ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم: إذا ظهر السوء في الأرض أنزل الله بأسه بأهل الأرض. قالت أم سلمة رضي الله عنها: قلت يا رسول الله وإن كان فيهم صالحون
قال وإن كان فيهم صالحون يصيبهم ما أصاب الناس ثم يرجعون إلى رحمة الله هذا الزمان الذي كنا نحاذره في قول كعب وفي قول ابن مسعود دهر به الحق مردود بأجمعه والظلم والبغي فيه غير مردود إن كان هذا ولم يحدث له غير لم يبق ميت ولم يفرح لمولود صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി ട്രഷറർ ആദരണീയരായ ഈ സ്ഥാപനത്തിൻ്റെ ശില്പികളിൽ ഒരാളുമായ ആദരണീയരായ KM സയ്യിദലവി ഹാജി അവർകളെ, നമ്മുടെ ഈ മഹത്തായ സദസ്സിൽ ആമുഖ ഭാഷണം നടത്തി നമ്മെ ധന്യരാക്കിയ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ പ്രധാന ഉസ്താദുമാരിൽ പ്രഗത്ഭരുമായ ആദരണീയരായ ഇസ്ഹാഖ് ഉസ്താദ് അവർകളെ, വേദിയിൽ ഉപവിട്ടരായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മാനേജിംഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആദരണീയരായ കുഞ്ഞാപ്പു ഹാജി അവർകളെ, സ്നേഹനിധിയായ ആദരണീയരായ യൂസുഫ് ഉസ്താദ് അവർകളെ, മുക്കറ അബൂബക്കർ ഹാജി അവർകളെ, നമ്മുടെ വേദിയെ ധന്യരാക്കി നമ്മളോടൊപ്പം ഇന്നും നിലകൊള്ളുന്ന ആദരണീയരായ മൂന്നിയൂർ ഹംസ ഹാജി അവർകളെ, അതുപോലെ വേദിയിൽ ഉപവിട്ടരായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായി ദാറുൽ ഹുദയോടൊപ്പം നിലകൊള്ളുന്ന സമുന്നതരായ നേതാക്കളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ തിരുവചനങ്ങൾ കാലികമായ വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുക എന്ന സമുചിതമായ ലക്ഷ്യത്തോടെ ഈ വേദിയെ ധന്യമാക്കാനായി ഇവിടെ എത്തിച്ചേർന്ന സ്നേഹനിധികളായ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദാറുൽ ഹുദയുടെ ക്യാമ്പസിലെ രണ്ടാമത്തെ വിജ്ഞാന വേദി ധന്യമാക്കി സദസ്സിൽ അള്ളാഹുവിൻ്റെ തിരുവചനങ്ങൾ ഏറ്റെടുത്ത് മനസ്സു കുളിർത്ത് തിരിച്ചു പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി അള്ളാഹു മാറ്റിത്തരികയും ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, കൊടുങ്കാറ്റിന് പിറകെ തീക്കാറ്റും അന്ത്യനാൾ അടുത്തുവോ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കൊടുങ്കാറ്റുകളെക്കുറിച്ചും തീക്കാറ്റുകളെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെയാണ് കേരളത്തിന്റെ തീരങ്ങളിൽ കണ്ണൂരിലും തലശ്ശേരിയിലും കൊയിലാണ്ടിയിലും തുടങ്ങിയുള്ള ചില തീരപ്രദേശങ്ങളിൽ ഈയിടെയായി ഉണ്ടായ പ്രതിഭാസം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിഷയകമായി വല്ലതും സംസാരിക്കുന്നുണ്ടോ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിൽ വല്ലതും ദർശിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊരു ചെറിയ പഠനം നടത്തുകയാണ് നമ്മൾ. ഇന്ന് നമ്മൾ ആ വിഷയകമായി രാവിലെ പുലർച്ചെ എഴുന്നേറ്റപാട് റിപ്പോർട്ട് വായിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ അധിക പേരും ഈ സദസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിശുദ്ധമായ റമദാനിന്റെ പകലുകളിൽ പെട്ടെന്നുണ്ടായ മഴ പെയ്യുന്നതിൻ്റെ ഇടക്ക് തന്നെ പെട്ടെന്ന് വൃക്ഷത്തിന്റെ ഇലകൾ കരിഞ്ഞു പോകുന്ന ചില പ്രതിഭാസം തലശ്ശേരിയിലും കൊയിലാണ്ടിയിലും
കോഴിക്കോടിന്റെ തീരപ്രദേശങ്ങളിലും അതേപോലെ കണ്ണൂരിന്റെ ചില തീരപ്രദേശങ്ങളിലും ഉണ്ടായ റിപ്പോർട്ട് ഇതിന്റെ മുമ്പ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് സംബന്ധമായി പഠനം നടത്താൻ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരെത്തിക്കഴിഞ്ഞു. അവരെ പഠനം നടത്തിയിട്ട് പറഞ്ഞത് തീക്കാറ്റല്ല എന്നാണ്. തീക്കാറ്റല്ല. കടലിൽ നിന്ന് അതിശക്തമായ കാറ്റടിച്ച സമയം ഉപ്പിന്റെ അംശമുള്ള ജലാംശം കരയിലേക്ക് കാറ്റിനോടൊപ്പം കടന്നു വന്നതാണ് ഇലകൾ ഉണങ്ങിപ്പോകാൻ കാരണം എന്നവർ പറയുന്നുവെങ്കിൽ, ഇതിനേക്കാളും ശക്തമായ കാറ്റടിച്ച സമയം ഉപ്പിന്റെ അംശങ്ങൾ എന്തുകൊണ്ട് കടലിൽ നിന്ന് കയറി വന്നില്ല എന്ന മറുചോദ്യം അവരിലേക്ക് തിരിച്ചു ചോദിക്കേണ്ടതാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ റിപ്പോർട്ട് നമ്മൾ ഇടക്ക് വായിക്കും, ഈ ചർച്ചയുടെ ഇടക്ക് നമ്മൾ വായിക്കും. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാൾ അടുക്കുന്നതിനോട് അനുബന്ധിച്ച് ഭൂമിയിലുണ്ടാകുന്ന ജനങ്ങൾക്കിടയിലുണ്ടാകുന്ന ചില പ്രതിഭാസങ്ങളെ കുറിച്ച് 14 നൂറ്റാണ്ട് മുമ്പ് നമ്മളോട് സംസാരിച്ചു പോയിട്ടുണ്ട്. ശാസ്ത്രലോകം അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ലോകാവസാനത്തോട് ചേർന്ന് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളുണ്ട് എന്ന കാര്യം ആണയിട്ട് ലോകത്തെ ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവമായ ചർച്ചയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു. ഭൂമിയിലേക്കാണ് അള്ളാഹു മനുഷ്യരെ പറഞ്ഞയച്ചത്. മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു ഭൂമിയാണ് തെരഞ്ഞെടുത്തത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൊവ്വയിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ എന്ന ശാസ്ത്രലോകത്തിന്റെ ചോദ്യത്തിന് ഭൂമിയെ പോലെ ജീവിക്കാൻ പറ്റുന്ന ഗോളമല്ല, ഗ്രഹമല്ല ചൊവ്വ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ മറുപടി പറയുന്നുണ്ട്. അള്ളാഹു ഭൂമിയാണ് മനുഷ്യർക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് എന്ന് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, ഭൂമിയിൽ മനുഷ്യന് വേണ്ട എല്ലാ സംവിധാനവും അള്ളാഹു ചെയ്തു. എല്ലാ സാഹചര്യങ്ങളും മനുഷ്യർക്ക് ഗുണമായി അള്ളാഹു ചിട്ടപ്പെടുത്തി. വിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ള എല്ലാ സംവിധാനവും മനുഷ്യരെ നിങ്ങൾക്ക് ഗുണമായാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. മഹാന്മാരായ ആലിമീങ്ങൾ ഈ വേദിയിലുണ്ടല്ലോ, ഉസ്താദുമാർ. മാത്രമല്ല, ലഖ എന്നതിന്റെ ലാമിന്റെ അർത്ഥം ഞാൻ പഠിച്ചത് ഈ മണ്ണിൽ വെച്ചാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ള എല്ലാ സംവിധാനവും മനുഷ്യരെ നിങ്ങൾക്ക് ഗുണമാവാൻ വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലാഹു സൃഷ്ടിച്ചത്. ഖലഖലകും എന്ന് പറഞ്ഞാൽ ഗുണമായി തീരാൻ എന്നാണ് അർത്ഥം, എതിരാവാൻ പാടില്ല. എതിരായി എന്നാണ് പറയുക, എതിരായി എന്ന അർത്ഥത്തിലാണ് പറയേണ്ടതെങ്കിൽ ഖലഖ അലൈക്കും എന്നാണ് പറയേണ്ടത്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിൽ കാണുന്ന എല്ലാ സംവിധാനവും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു വച്ചതാണ്. അതെല്ലാം മനുഷ്യർക്ക് ഗുണമായി തീരേണ്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഭൂമിയിലുള്ള ഒരു സംവിധാനവും മനുഷ്യനെതിരാവരുത് എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ജീവിക്കുകയും നടക്കുകയും നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുകയും ചെയ്യുന്ന ഭൂമിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ ഭൂമി അലം നജഅലിൽ അർള മിഹാദ, ഭൂമിയെ നാം നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നില്ലയോ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഭൂമിയെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ചത് മിഹാദ, ഭൂമി മനുഷ്യർക്ക് തൊട്ടിലാവേണ്ട സ്ഥലമാണ് എന്നാണ്. തൊട്ടിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തവർ ആരും ഈ സദസ്സിൽ ഉണ്ടാവാനിടയില്ല. തൊട്ടിലിൽ കിടക്കാത്തവരും ഈ സദസ്സിൽ ഉണ്ടാവാനിടയില്ല. ഒരുപക്ഷെ തൊട്ടിലിൽ കിടന്നത് ഓർമ്മയുണ്ടാവണം എന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ തൊട്ടിൽ കാലഘട്ടം ഉണ്ടായിരുന്നത്, അതുപോലെ ആവേണ്ട സ്ഥലമാണ് ഭൂമി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. തൊട്ടിൽ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? ടെൻഷൻ ഫ്രീ കാലഘട്ടമാണ് തൊട്ടിൽ കാലഘട്ടം.
ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 2-1.5 വയസ്സുള്ള കുഞ്ഞുമോളെ, ലീവുള്ള ദിവസം നമ്മൾ വീട്ടിനകത്തുണ്ട്, 1.5 വയസ്സുള്ള കുഞ്ഞുമോളെ കുളിപ്പിച്ച് ഭാര്യ നമ്മുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, തൊട്ടിലിട്ട് മോളെ ഒന്ന് ആട്ടിയുറക്ക്. നമ്മൾ ഈ കുഞ്ഞുമോളെ ആട്ടിയുറക്കുമ്പോൾ ഏതെങ്കിലും കുഞ്ഞുമോൾ വാപ്പയോട് പറഞ്ഞിട്ടുണ്ടോ, വാപ്പ ഉറക്ക് വരുന്നില്ല, അടുത്ത ആഴ്ച ചേട്ടത്തിയുടെ കല്യാണമല്ലേ, സ്വർണം ഒപ്പിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ, ഉറക്ക് വരുന്നില്ല എന്ന് ഏതെങ്കിലും കുഞ്ഞുകുട്ടി പറയാറുണ്ടോ? ഇല്ല. ടെൻഷൻ ഫ്രീ കാലഘട്ടമാണ്. അലം നജഅലിൽ അർള മിഹാദാ, ഭൂമിയെ നാം മനുഷ്യർക്ക് തൊട്ടിലാക്കി തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. തൊട്ടിൽ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണത്. തൊട്ടിലിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, പല കൊലപാതകങ്ങളെ കുറിച്ചും കേട്ടിട്ടില്ലേ നിങ്ങൾ? അച്ഛൻ മകനെ കൊന്നു, മകൻ അച്ഛനെ ചവിട്ടിക്കൊന്നു, ഭാര്യ ഭർത്താവിനെ കൊന്നു, ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്തു കൊന്നു, ജേട്ടനും അനുജനും തമ്മിൽ അടിപിടിയായി അനുജൻ മരണപ്പെട്ടു. പല കൊലപാതകങ്ങളെ കുറിച്ചും കേട്ടിട്ടുണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആന്റെ ഈ പ്രയോഗം ശ്രദ്ധിക്കണേ നിങ്ങൾ. അലം നജഅലിൽ അർള മിഹാദാ, ഭൂമി നിങ്ങൾക്ക് തൊട്ടിലാവേണ്ട തലമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മനുഷ്യ ചരിത്രത്തിൽ എവിടെയെങ്കിലും തൊട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ തൊട്ടിൽ കഴുത്ത് ഞെരുക്കിക്കൊന്നുവെന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞുകുട്ടിയെ തൊട്ടിൽ കഴുത്ത് ഞെരുക്കിക്കൊന്നുവെന്ന് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, കൊലപാതകങ്ങളെ വായിച്ചു മടുത്ത നിങ്ങളാരും അങ്ങനെ ഒരു കൊലപാതകം കേട്ടിട്ടുണ്ടാവുകയില്ല. ഭൂമി നിങ്ങൾക്ക് തൊട്ടിൽ പോലെയാകേണ്ട തലമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭൂമി നിങ്ങൾക്ക് മേൽ മറിഞ്ഞു വീഴാൻ പാടില്ല. കാടുമണ്ട് ലോകത്ത് ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. ആരാ പറയുന്നത്? ഭൂമി സൃഷ്ടിച്ച റബ്ബ് തന്നെയാണ്. ഈ സംവിധാനം ഒരുക്കിയ റബ്ബാണ് പറയുന്നത്, ഭൂമി ഒരിക്കലും നിങ്ങൾക്ക് മേൽ മറിഞ്ഞു വീഴാൻ പാടില്ല. വേറൊരു തലത്ത് ഭൂമിയെ അല്ലാഹു ഉപമിച്ചത് ബിസാതാ, ഭൂമി നിങ്ങൾക്ക് വിരിപ്പാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ചിന്തിക്കണം, വിരിപ്പെന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വിരിപ്പ് പരിചയമില്ലാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ലല്ലോ. എല്ലാ ദിവസവും നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നത് നമ്മുടെ വിരിപ്പിലേക്കാണ്. ടെൻഷൻ ഇല്ലാതെയാകുമ്പോഴാണ് നമ്മൾ വിരിപ്പിലേക്ക് കടന്നുറങ്ങാൻ പോകാറുള്ളത്. ഇതുപോലെ ഭൂമിയിൽ നിങ്ങൾ സമാധാനപൂർണമായ ജീവിതം നയിക്കേണ്ടവരാണ്. എന്നാൽ ഞാനിത് പറയുമ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്ന നമ്മളെല്ലാം, നിങ്ങളെല്ലാം ഉൾപ്പെടുന്ന നാം നമ്മുടെ മനസ്സിനെ എന്തൊക്കെയോ ബേജാറുകളും പ്രയാസങ്ങളും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? ഉണ്ടാവരുതെന്നാ ഖുർആൻ പറഞ്ഞത്. നമ്മൾ അന്വേഷിച്ചു പോവുകയാണ്. ഭൂമി എന്തേ മനുഷ്യന് മേൽ മറിഞ്ഞു വീഴാൻ തുടങ്ങിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്ത മറ്റൊരു വലിയ സംവിധാനമാണല്ലോ കാറ്റ്. കാറ്റിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? വഅർസൽന റിയാഹ ലവാഖിഹ്, വഅർസൽന റിയാഹ ലവാഖിഹ്, കാറ്റുകളാണ് പരാഗണം നടത്തുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്താണ് പരാഗണം? നാം നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത്, വീട്ടിന്റെ പറമ്പിൽ ഒരു മത്തന്റെ കുരു കൊണ്ടുപോയി നട്ടു. 2 ദിവസം കഴിയുമ്പോൾ അതങ്ങനെ തിളിർത്തു വരും. ഈ മത്തൻ മുളച്ചു വരുമ്പോൾ തന്നെ സുജൂദിൽ കിടന്നിട്ടാ വരിക. മത്തൻ മനുഷ്യനും അങ്ങനെയുള്ളൂ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് ആ കിടത്തം സുജൂദ് കിടത്തിന് കിടക്കാം. പിന്നെ അള്ളാഹു ജനിപ്പിച്ചു, തകരാറൊന്നും ഉണ്ടായില്ല, നല്ല ആരോഗ്യവാനായി, 10-25 വയസ്സായാലും പിന്നെ സുജൂദ് ചെയ്യാൻ മടിക്കാന്നല്ലാതെ അവന് ഈ തുടക്കം സുജൂദിലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏതൊന്നും അതിന്റെ ആദ്യ സമയത്ത് അത് തിളിർത്ത് വരുമ്പോൾ ഭൂമിയിൽ നിന്ന് അതങ്ങ് പൊങ്ങി വരുമ്പോൾ തന്നെ അതിന്റെ ശിരസ് തായോട്ടാണ്. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. മരങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വന്നജ്മു മാലാ സാഖല, കാണ്ഡമില്ലാത്ത തടിയില്ലാത്ത ചെടികളും സുജൂദ് ചെയ്യുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. സുജൂദിൽ കിടന്നാണ് അത് ഭൂമിയിലേക്ക് പൊങ്ങി വരുന്നത്. പിന്നെ അതിന്റെ ഇല തിളർത്തു,
പിന്നെ ഇലകല എങ്ങ് വളർന്നു വന്നു, പടർന്നു പന്തലിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ മത്തന്റെ ചെടിയിൽ പുഷ്പങ്ങൾ ഉണ്ടാകും, എല്ലാ പുഷ്പത്തിലും ഫലമുണ്ടാവാറില്ല. ആ ഇൽമ എനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഞാൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എന്തേ ഇതിൽ കായില്ലാതെ പോയത്? 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ മാത്രം വിദ്യാഭ്യാസമുള്ള സാധുവായ എൻ്റെ ഉമ്മയാണ് എന്നോട് പറഞ്ഞു തന്നത്, മോനെ ഇതാണ് പുഷ്പമാണ്, അതുകൊണ്ട് അതിൽ മത്തൻ പ്രതീക്ഷിക്കേണ്ടതില്ല, ഇത് പെൺപുഷ്പമാണ്. ആൺപുഷ്പത്തിലുള്ള പൊൻപൊടി പെൺപുഷ്പത്തിൽ പോയി വീഴുമ്പോൾ മാത്രമാണ് ഫലമുണ്ടാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, മത്തന്റെ കുരു നട്ട ആരെങ്കിലും അതിന്റെ ഉടമസ്ഥൻ ആൺപുഷ്പത്തിൽ നിന്ന് അതിന്റെ പൂമ്പൊടി എടുത്ത് പെൺപുഷ്പത്തിൽ കൊണ്ടുപോയി ഇടാറില്ല. അത് ചെയ്യുന്നതാരാ? കാറ്റുകൾ നിങ്ങൾക്ക് എന്തിന് നിലകൊള്ളുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പരാഗണം നടത്താൻ കാറ്റുകൾ സഹായിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. കാറ്റ് മനുഷ്യനെതിരാവാൻ പാടില്ല, തീക്കാറ്റ് ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. ആരാ ഇത് പറയുന്നത്? കാറ്റിനെ പറഞ്ഞയച്ച റബ്ബാണ് പറയുന്നത്. കാറ്റ് നിങ്ങൾക്ക് ഗുണമായി ഭവിക്കാൻ പാടുള്ളൂ, എതിരാവാൻ പാടില്ല. നിങ്ങൾ ചിന്തിക്കണം, അവസാനിച്ചോ? ഇല്ല. കാറ്റ് ചെയ്യുന്ന ഒരുപാട് ധർമ്മങ്ങളുണ്ട്. മറ്റൊരു ധർമ്മമാണ് നമ്മൾ ശ്വസിച്ച അശുദ്ധമായ വായുവിനെ നമ്മിൽ നിന്ന് കൊണ്ടുപോയി ശുദ്ധമായ വായുവിനെ നമുക്ക് എത്തിച്ചു തരുന്നത് കാറ്റുകളാണ്. കാറ്റ് ചെയ്യുന്ന ധർമ്മം ചിന്തിച്ചു നോക്കണേ നിങ്ങൾ. ഓരോ തവണ ശ്വസിക്കുമ്പോഴും ഉച്ഛസിക്കുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ ബാധ്യസ്ഥനാണ് മനുഷ്യൻ. മാത്രമല്ല, കാറ്റ് ചെയ്യുന്ന 3ാമത്തെ ധർമ്മമാണത്. ഞാൻ ഇപ്പോഴും കണ്ടു, ഫ്ലൈറ്റിൽ നിന്ന് ഉയർന്നു പൊങ്ങി വരുമ്പോൾ കേരളത്തിന്റെ ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്ക് ധാരാളം മേഘപാളികൾക്കിടയിലൂടെയാണ് ഫ്ലൈറ്റ് കടന്നു വരുന്നത്. എന്തൊരു സ്പീഡിലാണ് ഈ മേഘപാളികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു, ഇവ എങ്ങോട്ട് പോകുന്നു? അള്ളാഹു എവിടെയാണോ മഴ നൽകാൻ ഉദ്ദേശിച്ചത് ആ ലക്ഷ്യത്തിലേക്ക് അവ പറന്നുകൊണ്ടിരിക്കുകയാണ്. അവയെ പറത്തുന്നതാരാ? കാറ്റുകളാണ് ആ മേഘങ്ങളെ പറത്തി കൊണ്ടുപോകുന്നത്. എന്നിട്ട് മരിച്ചുപോയ നിർജീവമായ ഭൂമിയിൽ മഴ പെയ്യിപ്പിച്ച ഭൂമിയെ നിർജീവമാക്കുന്ന ജോലിയാണ് കാറ്റുകളുടേത്. നിർജീവമായ ഭൂമിയെ ജീവിപ്പിക്കുന്ന ജോലിയാണ് കാറ്റുകളുടേത്. അപ്പോ ഒരിക്കലും കാറ്റ് സജീവമാക്കുന്ന ഭൂമിയെ നിർജീവമാക്കാൻ പാടില്ല. പറഞ്ഞാൽ സസ്യലതാദികളെ മഴ പെയ്യിപ്പിച്ചു വളർത്തുന്ന ചുമതലയാണ് കാറ്റിനുള്ളത്. ആ കാറ്റെങ്ങനെയാണ് ഇലകളെ കരിച്ചു കളയുക? ചെയ്യാൻ പാടില്ല എന്നാ ഖുർആൻ പറഞ്ഞത്. കാറ്റ് സൃഷ്ടിച്ച റബ്ബ് തന്നെയാണ് പറയുന്നത്. കാറ്റ് കൊണ്ടൊരിക്കലും തീക്കാറ്റായി പരിണമിച്ച് ഒരിക്കലും ഇലകൾ കരിച്ചു കളയാൻ പാടില്ല, വൃക്ഷങ്ങളെ നശിപ്പിച്ചു കളയാൻ പാടില്ല. പിന്നെ എന്തേ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരു ചെറിയ പഠനം നടത്തുകയാണ് നമ്മൾ. ഖിയാമത്ത് നാൾ അടുത്തവോ എന്നാണല്ലോ ഈ തലക്കെട്ടിന്റെ അവസാനം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ നല്ലപോലെ സ്വലാത്ത് ചൊല്ലി ഒന്ന് പിന്തുണക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്താ കാരണം? റമദാനല്ലേ, വെള്ളം കുടിക്കാൻ പറ്റൂലല്ലോ. റമദാനിലെ വെള്ളം സ്വലാത്താണ്, നിങ്ങൾ തരുന്ന സ്വലാത്താണ് ഇതിന്റെ പിന്തുണ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് ഇതിന്റെ കാരണങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മേൽഭാഗത്ത് നിന്ന് കാറ്റ്, തീക്കാറ്റ് വരാൻ പാടില്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? മാത്രമല്ല, ഇതിന് മുമ്പൊരു പ്രതിഭാസമുണ്ടായിരുന്നു. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഒരുപാട് ജനങ്ങൾ കണ്ടതാണ് ആ പ്രതിഭാസം. എന്തേ? മേൽഭാഗത്ത് നിന്ന് തീഗോളങ്ങൾ ഭൂമിയിലേക്ക് വന്നതാണ്. ആ തീഗോളങ്ങൾ അന്തരീക്ഷത്തിലൂടെ പറന്നുപോയി. ആ തീഗോളങ്ങൾ ചിലയിടങ്ങളിൽ പതിച്ചു, ജീവഹാനി ഉണ്ടായില്ല. എന്തേ? വീടിന്റെ മുകളിൽ പതിക്കാത്തത് കൊണ്ട്, ജനവാസ കേന്ദ്രങ്ങളിൽ പതിക്കാത്തത് കൊണ്ട്. ആ തീഗോളം ആരാണ് കൊണ്ടുവന്നത്? ആരാണതിനെ പറത്തിക്കൊണ്ടുപോയത്? അവനത് ജനവാസമുള്ള കേന്ദ്രങ്ങളിൽ വീഴ്ത്തിയില്ല. പിന്നെയോ നമുക്ക് നൽകിയ ചില മുന്നറിയിപ്പായിരുന്നു അത്. അന്ന് ആദ്യം അവർ പറഞ്ഞു,
ചൈനയുടെ റോക്കറ്റ് പൊട്ടിത്തെറിച്ചതാണ്. ഞാൻ പറയുന്നത് ഇവരുടെ പഠനത്തിന്റെ പിന്നിലുള്ള വിഡിത്തത്തെ കുറിച്ചാണ്. ആദ്യം പറഞ്ഞു ചൈനയുടെ റോക്കറ്റ് പൊട്ടിത്തെറിച്ചതാണ് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമാണ് ഈ തീപന്തം വന്ന് വീണ സ്ഥലങ്ങളിൽ ആളുകൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പത് വലിയ വലിയ പാറക്കല്ലുകൾ പോലെ. അപ്പൊ ഇവർ പറഞ്ഞു അത് ഉൽക്ക വീണതാണ്. അപ്പൊ പറഞ്ഞു ഉൽക്ക വീണതാണ്. എന്നിട്ട് പറഞ്ഞു മെയ് മാസത്തിലും മെയിലും ജൂണിലും ഈ പ്രതിഭാസം ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം, മെയ് മാസത്തിൽ ഈ പ്രതിഭാസം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നവർ വിളിച്ചു പറഞ്ഞിരുന്നു. മെയിലല്ല, ജൂൺ മാസത്തിലാണ് തീക്കാറ്റ് എന്ന പ്രതിഭാസം പിന്നെ നമ്മൾ കാണുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? ഞാൻ ഈ സമയത്ത് ഓർത്തു പോണത് എന്തറിയോ? ആ സമയത്ത് നമ്മുടെ മന്ത്രി ഉണ്ടായിരുന്നു, അടൂർ പ്രകാശൻ. ഞാൻ ആരെയും കുറ്റം പറയില്ലേ, നമ്മൾ ആരെയും ആക്ഷേപിക്കാൻ നമ്മൾ ആരും അല്ലല്ലോ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ വിശുദ്ധമായ വിജ്ഞാനം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ അന്ന് ഓർക്കാണ് അടൂർ പ്രകാശം പറഞ്ഞത്, ബേജാറാവണ്ട, കേരളക്കാരോട് പറയാൻ ബേജാറാവണ്ട. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അടൂർ പ്രകാശം വിട്ടതാണിത്. ഈ തീപന്തവും തീകെട്ടും അടൂർ പ്രകാശൻ വിട്ടതാണോ എന്ന് തോന്നിപ്പോയി. മൂപ്പര വർത്തമാനം പറയും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ചില ഉമ്മാരോട് മക്കൾ പറയും പൊട്ടാസ് പൊട്ടിക്കണേന് ഉമ്മ ബേജാറാവണ്ടേ, ഞാൻ പൊട്ടാസ് പൊട്ടിക്കാൻ പോവാണ്. മക്കൾ പറയാറുണ്ട്, ഉമ്മ ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കും, അത് ഞാൻ പടക്കമെറിയുന്നതാണ്, ഉമ്മ ബേജാറാവണ്ട എന്ന് കുഞ്ഞുമക്കൾ പറയാറുള്ള പോലെയാണോ എന്ന് തോന്നിപ്പോയി. ഈ തീപന്തം എവിടെ നിന്ന് വന്നോ ഇന്ന് വരെ കൃത്യമായ മറുപടി പറയാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് 14 നൂറ്റാണ്ട് മുമ്പ് അക്ഷരം പഠിച്ചിട്ടില്ലാത്ത നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധമായ ഖുർആനിൽ 2 സംഭവം പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, 2 സംഭവം വിശാല വിഷയം, ഗഹനമായി പഠന വിധേയമാക്കേണ്ടതാണ്. ഈ പറയുന്ന ആളുകളുടെ റിപ്പോർട്ടും വായിക്കണം, റസൂലുള്ളാഹിന്റെ ഹദീസും വായിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് 2 തീ പ്രതിഭാസങ്ങളെ കുറിച്ച് നമ്മെ കേൾപ്പിച്ചു തന്നു. എല്ലാം ശ്രദ്ധിക്കണം, നിങ്ങൾ ആ സാഹചര്യം കേരളത്തിലുണ്ടോ എന്നാ നമ്മൾ പരിശോധിക്കേണ്ടത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഈ ഹബീബ് സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും പറഞ്ഞിട്ടില്ല. ഈ പ്രപഞ്ചത്തെ, ഭൂമിയെ നമുക്ക് വേണ്ടി സംവിധാനം ചെയ്ത, കാറ്റിനെ സംവിധാനം ചെയ്ത, ഈ സാഹചര്യമെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന അല്ലാഹുവിന്റെ വചനങ്ങൾ മാറ്റമില്ലാതെ ലോകത്തെ പഠിപ്പിക്കുകയാണ് ഹബീബ് ചെയ്തത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും ഓതി കേൾപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. സാധാരണ നമുക്കൊക്കെ അറിയാവുന്ന സൂറത്താണിത്. നിസ്കാരത്തിൽ നമ്മളെല്ലാം ഓതാറുള്ള സൂറത്താണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആനക്കാരായ ആളുകളെ, ആനക്കാരെ അല്ലാഹു ചെയ്തതെന്താണെന്ന് നബി അങ്ങ് കണ്ടില്ലയോ? അസ്ഹാബുൽ ഫീൽ. ആകാശത്ത് നിന്ന്, മേൽഭാഗത്ത് നിന്ന് അല്ലാഹു തീക്കട്ട കൊണ്ട് സൃഷ്ടിച്ച ഒരു ഭാഗത്തെയാണ് ഖുർആൻ എണ്ണുന്നത്. ആരാണത്? ആനക്കാർ എന്നാണ് അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ തന്ത്രത്തെ അല്ലാഹു പാഴാക്കി കളഞ്ഞില്ലയോ?
വഅർസല അലൈഹിം തൈറൻ അബാബീൽ, അവരിലേക്ക് അല്ലാഹു അബാബീൽ പക്ഷികൾ നിയോഗിക്കുകയും ചെയ്തില്ലയോ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ആ പക്ഷികൾ അവരിലേക്ക് ബിഹിജാറ, അവരെ എറിയുന്നു, ബിഹിജാറത്തിൻ, കല്ലുകൾ കൊണ്ട്, ശ്രദ്ധിക്കണേ, കല്ലുകൾ കൊണ്ട്, മിൻ സിജ്ജീൽ, സിജ്ജീലിനാലുള്ള കല്ലുകൾ. എന്താണ് സിജ്ജീൽ എന്ന് പറഞ്ഞാൽ? ഈ സ്ഥാപനത്തിന്റെ മുറ്റത്ത് വെച്ചാണല്ലോ ഈ സൂറത്തിന്റെ വ്യാഖ്യാനവും അർത്ഥവുമൊക്കെ ഞാൻ പഠിച്ചത്. മിൻ സിജ്ജീൽ, പഠിച്ച മണ്ണിൽ വെച്ചു തന്നെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള വിധിയുണ്ടായി എന്നത് അല്ലാഹുവിൻ്റെതാണ്. അൽഹംദുലില്ലാഹ്. മിൻ സിജ്ജീൽ, സിജ്ജീൽ എന്ന് പറഞ്ഞാൽ തീനുൻ മത്ബൂഹും ബിന്നാർ, ശ്രദ്ധിക്കണേ, തീനുൻ മത്ബൂഹും ബിന്നാർ. 3 മാസം മുമ്പ് കേരളത്തിൽ കണ്ട പ്രതിഭാസം, തീക്കട്ടങ്ങൾക്ക് പിന്നാലെ കല്ലുകൾ. തീനുൻ മത്ബൂഹും ബിന്നാർ, തീരിട്ട് ചുട്ടു പഴിപ്പിച്ചെടുത്ത മണ്ണിന്റെ കഷ്ടങ്ങളാണ്, കല്ലിന്റെ കഷ്ടങ്ങളാണ്. ആ കല്ലിന്റെ കട്ടങ്ങൾ കൊണ്ട് ആനക്കാരെ ഈ പക്ഷികൾ എറിഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആരാണ് ആനക്കാർ? ചെറിയ രീതിയിൽ പറയാണ് ഞാൻ. പണ്ട് നമ്മൾ മദ്രസയിൽ വെച്ച് ഈ സംഭവം പഠിച്ചിട്ടുണ്ട്. ആനക്കലഹ സംഭവം എന്നാണ് നമ്മൾ പഠിച്ചത്. നല്ല ശ്രദ്ധിക്കണേ, നാളെ നമ്മുടെ അവസ്ഥ എന്തെന്നറിയില്ല. റബ്ബേ, നിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. നല്ല മഴ പെയ്യേണ്ട സമയത്താണ് ഈ വെയില്. നമ്മൾ ഈ പന്തൽ കെട്ടിയത് തന്നെ മഴയെ ഭയപ്പെട്ടിട്ടാണ്. നല്ല വെയിലറിക്കേണ്ട സമയമായിരുന്നു ഏപ്രിൽ മെയ്. ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് മഴ ആരംഭിച്ചത്. എന്റെ ഈ പ്രപഞ്ചത്തിന് സംഭവിച്ച മാറ്റങ്ങൾ, അതിലെ ഒരു മാറ്റമാണ് നമ്മൾ പറയുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ആനക്കാരെ അല്ലാഹു മേൽഭാഗത്ത് നിന്ന് തീക്കട്ട കൊണ്ട് അല്ലാഹു എറിഞ്ഞു. എന്തായിരുന്നു കാരണം? ആരാണ് ആനക്കാർ? മദ്രസയിൽ വെച്ച് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആനക്കലഹ സംഭവം എന്ന്. ആനക്കലഹ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ? യമനിലെ ഒരു നാട്ടുരാജാവായിരുന്നു അബ്രഹത്ത് യമനിൽ ഒരു ഭവനമുണ്ടാക്കി. എന്നോ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വിഷയം. കേരളത്തിൽ ഈ സാഹചര്യമുണ്ടോ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തേ കർണാടകയിൽ തീക്കാറ്റുണ്ടായില്ല? കേരളത്തിൽ ഇത്ര മതബോധമുള്ള, ഇത്രമാത്രം സംവിധാനങ്ങളുള്ള കേരളത്തിന്റെ തീരത്ത് എന്തേ ഈ തീക്കാറ്റുണ്ടായത്? പഠന വിധേയമാക്കേണ്ടതാണ് നമ്മൾ. അബ്രഹത്ത് എന്ന് പറയുന്ന യമനിലെ നാട്ടുരാജാവ്, അയാൾ യമനിൽ പരിശുദ്ധമായ കഅബക്ക് പാരയായ ഒരു ഭവനമുണ്ടാക്കി. ഒരു ദൈവത്തിന് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചു. കഅബക്ക് പാരയായിരുന്നു അയാൾ നിർമ്മിച്ചത്. യമനിലാണ് നിർമ്മിച്ചത്. എത്ര ദൂരമുണ്ട്? അയാളുടെ ലക്ഷ്യം എന്താ? കഅബക്ക് പാരയായി ഒരു ഭവനം പണിയുക എന്നതായിരുന്നു. നല്ല ശ്രദ്ധിക്കണേ നിങ്ങൾ. അല്ലാഹുവേ, ബോധം നൽകണേ അല്ലാ. യമനിലാണ് അയാൾ ഉണ്ടാക്കിയത്. പക്ഷെ അയാളുടെ ലക്ഷ്യം കഅബക്ക് പാരയായി ഒരു ഭവനം നിർമ്മിക്കുക എന്നതാണ്. എന്നിട്ട് അയാൾ ചെയ്ത പണി എന്താ? ആ ഭവനം നിർമ്മിച്ചിട്ട് ജനങ്ങളെ മുഴുവൻ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ഇനി ആരും മക്കയിലേക്ക് പോകണ്ട, എല്ലാവരും യമനിലേക്ക് വരൂ, ഞാൻ നിർമ്മിച്ച ഭവനത്തിലേക്ക്. അയാൾ ക്ഷണിക്കാൻ തുടങ്ങി. മക്കക്കാരനായ ഒരാൾ ഈ വിവരമറിഞ്ഞു. അയാൾ ഒരു ദിവസം ചെന്നിട്ട് ഈ ഭവനത്തിൽ മലം വിസർജിച്ചു. എന്നിട്ട് ആ മലമെടുത്തതിന്റെ ചുമരുകളിൽ വാരിത്തേച്ചു. ഈ വിവരം രാജാവ് അറിഞ്ഞു. രാജാവിന് അതിശക്തമായ വിദ്വേഷം ആളിക്കത്തി. അയാൾ തന്റെ സൈനികരെ കൂട്ടിയിട്ട് മക്കയിലേക്ക് പുറപ്പെട്ടു. എന്തിന്? അയാൾക്ക് മനസ്സിലായി, പരിശുദ്ധമായ കഅബാലയം നിലനിൽക്കുന്ന കാലമത്രയും ഒരിക്കലും നമ്മുടെ ഭവനത്തിലേക്ക് ആളുകൾ വരില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ആളുകളെ എന്റെ ഭവനത്തിലേക്ക് തിരിച്ചുവിടാനുള്ള വഴി അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിച്ചു കളയലാണ്. അയാൾ തീരുമാനിച്ചു. തന്റെ സൈനികനോട് കൂടെ പുറപ്പെട്ടു. ആനയുടെ മുകളിലായിരുന്നവർ പുറപ്പെട്ടിരുന്നത്. അവരുടെ വാഹനം ആനയായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു ആനക്കാർ എന്ന് പറഞ്ഞത്. അവർ പുറപ്പെട്ടു. യമനിൽ നിന്ന് പരിശുദ്ധമായ മക്കയോട് അടുക്കുകയാണ്. അറഫ കഴിഞ്ഞു. മുസ്ദലിഫയിലേക്ക് അവർ കടന്നു. ഇവർ വരുന്ന വിവരം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് മക്കയുടെ നേതാവാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹനാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിനു മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. എന്തിനാ സംഭവം അല്ലാഹു നമുക്ക് പറഞ്ഞെന്ന്? അങ്ങനെ ഒരാലക്കരഹ സംഭവം എന്തിനല്ലാഹു നമുക്ക് പറഞ്ഞു തന്നു? അവസാന ഉമ്മത്തിന് ഇതിൽ പഠിക്കാനും പാഠമുണ്ട്, കേരളക്കാർക്ക് പഠിക്കാൻ പാഠമുണ്ട്. എന്നിട്ട് അയാൾ നേരെ തന്റെ സൈനികരുമായി വന്നു. ഇവരും അബ്ദുൽ മുത്തലിബ് പറഞ്ഞപ്പോഴാണ് അബ്ദുൽ മുത്തലിബിന്റെ മനസ്സ് പിടച്ചു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കപ്പെടുകയോ, അവരോട് യുദ്ധം ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഘം മക്കയിലില്ല. അബ്ദുൽ മുത്തലിബ് നേരെ പരിശുദ്ധമായ കഅബയുടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഇത് കേട്ടപാടെ നേരെ വന്നിട്ട് പരിശുദ്ധമായ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ ഖിൽആ തന്റെ നെഞ്ചോട് ചേർത്ത് വച്ചൊരൊറ്റ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ കഅബയാണല്ലോ, നിന്റെ ഭവനമാണല്ലോ കഅബ, ഈ ഭവനം നിന്റേതാണ് റബ്ബേ. അല്ലാഹുവേ മലയുടെ താഴ്വാരത്ത് മലയോരത്ത് പുല്ലുമേഞ്ഞു തിന്നുന്ന ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, ഈ കഅബയുടെ ഉടമസ്ഥൻ നീയാണ്. ആ ഒട്ടകത്തെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നാൽ ആ ഒട്ടകത്തെ ആക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ചുമതല ഞാൻ ഏറ്റെടുക്കും. കാരണം ഒട്ടകം എന്റേതാണ്. അല്ലാഹുവേ കഅബാലയം നിന്റേതാണ്. അബ്രഹത്തും കൂട്ടരും കഅബ തകർക്കാനായി വരുന്നുണ്ട് അതുകൊണ്ട് അബ്രഹത്തിൽ നിന്ന് കഅബയെ നീ കാത്തുകൊള്ളണേ എന്ന് കഅബയുടെ കില്ല തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരൊറ്റ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അറഫ കഴിഞ്ഞു, മുസ്ദലിഫയുടെ ഭാഗത്തേക്ക് വരെത്തിയിട്ടുണ്ട്. മുസ്ദലിഫ കഴിഞ്ഞാൽ പിന്നെ മിനയിലേക്കാണ് അവരെ കടക്കാറുള്ളത്. മിനയിൽ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മക്കയിലെത്തും, കഅബയുടെ മുറ്റത്തെത്തും. മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് കടക്കുന്ന അവസാന ഭാഗം, മുസ്ദലിഫയുടെ അവസാന ഭാഗം മിനയുടെ ആദ്യ ഭാഗം. ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ ആ ഭാഗത്തിനാണ് വാദി മുഹസ്സിർ എന്ന് പറയാറുള്ളത്. അവിടേക്ക് എത്തുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ള പക്ഷികൾ ഇവർക്ക് തലക്ക് മീതെ വരികയാണ്. എവിടെ വന്നോ, ആര് പറഞ്ഞയച്ചു? ആ പക്ഷികൾ പിന്നെ എവിടേക്ക് പോയി? ലോകത്ത് ഇന്ന് വരെ പിന്നെ അതിനുത്തരം ലഭിച്ചിട്ടില്ല. ആ പക്ഷികൾ വന്നോ, ആ പക്ഷികളുടെ കൊക്കുകളിൽ ചുണ്ടുകളിൽ ആ പക്ഷികളുടെ ചുണ്ടുകളിൽ സിജ്ജീൽ മണ്ണിൽ തീയിൽ ചുട്ടെടുത്ത കല്ലിന്റെ കട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ കല്ലിന്റെ കട്ടങ്ങൾ നേരെ കൊണ്ടുവന്ന് ഇവരുടെ തലയിലേക്കിട്ടു. തലയിലേക്കിട്ടപ്പോൾ ഇവർ ഓരോരുത്തരും ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, അവരും അവർ സഞ്ചരിച്ച ആനയും കഅസ്ഫിൻ മഅകൂൽ, ചവച്ചു തുപ്പപ്പെട്ട വൈക്കോൽ പോലെയായി മാറി എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അല്ലാഹു മേൽഭാഗത്തുകൊണ്ട് തീക്കട്ടുകൊണ്ട് സൃഷ്ടിച്ച ഒരു വിഭാഗമാണിവർ. എന്തായിരുന്നവർ ശിക്ഷിക്കപ്പെടാൻ കാരണം? എന്തിനാ നമ്മളിത് പഠിപ്പിച്ചത്? ഇതേ സാഹചര്യം നമ്മളിൽ ഉണ്ടായാൽ ഇതേപോലെയുള്ള തീക്കാറ്റും തീക്കട്ടയും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താ ഇതിന്റെ കാരണം? അബ്രഹത്തെന്ന് പറയുന്ന ആൾ പരിശുദ്ധമായ കഅബക്ക് പാരയായി ഒരു ഭവനമുണ്ടാക്കി. എന്നിട്ടോ ആ ഭവനത്തിലേക്ക് ആളുകളെ തിരിച്ചുവിടാൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാനും കഅബ നശിപ്പിച്ചു കളയാനും അയാൾ തീരുമാനിച്ചു. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, കഅബയെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താ? ഇന്ന അവ്വല ബൈതിൻ മുദിഅ ലിന്നാസ്. ഇവിടെ ഇസങ്ങളില്ലാത്തതിന് മുമ്പ്, പാർട്ടികളില്ലാത്തതിന് മുമ്പ് ആദ്യമായി ഭൂമിയിൽ അല്ലാഹുവിന് വേണ്ടി ആരാധനക്കായി നിർമ്മിക്കപ്പെട്ടായ ഭവനമാണ് വിശുദ്ധമായ കഅബാലയം. എന്ന് പറഞ്ഞാൽ തഖ്വയിൽ അധിഷ്ഠിതമായി നിർമ്മിതമായ ഭവനമാണ് പരിശുദ്ധമായ കഅബാലയം, അല്ലേ? ഈ കഅബാലയത്തിലേക്ക് ബന്ധിച്ചിരിക്കുകയാണ് ഹിദായ നഗറിലെ ദാറുൽ ഹുദായുടെ ക്യാമ്പസിനോട് ചേർന്നുള്ള പള്ളി മുതൽ ലോകത്തുള്ള കോടിക്കണക്കായ ലക്ഷക്കണക്കായ പള്ളികൾ മുഴുവൻ ബന്ധിച്ചിരിക്കുന്നത് കഅബയിലേക്കാണ്. കഅബയുടെ പേരെന്താ? ബൈത്തുല്ലാ, അള്ളാന്റെ വീട്. ദാറുൽ ഹുദായുടെ ക്യാമ്പസിലുള്ള ഈ പള്ളിക്ക് നമ്മൾ പറയുന്നത് എന്താ? ബൈത്തുല്ലാ, അള്ളാന്റെ വീട്. രണ്ടും ഒന്നെ. പരിശുദ്ധമായ കഅബാലയത്തിലേക്കാണ് ഇതിന്റെ ബന്ധമുള്ളത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനമാണല്ലോ കഅബ. പള്ളികൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. നിങ്ങൾ ചിന്തിക്കണം നല്ല പോലെ. പള്ളികൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. എന്നാൽ ഓരോ മഹല്ലിലും ഇസങ്ങൾ വരുന്നതിന് മുമ്പ്, പാർട്ടികൾ വരുന്നതിന് മുമ്പ് ആദ്യകാലത്ത് നിർമ്മിതമായ നിഷ്കളങ്കമായ
തഖ്വയിൽ അധിഷ്ഠിതമായി നിർമ്മിതമായ പള്ളികളുണ്ട്. ഏത് പള്ളിയിലാണ് നിസ്കരിക്കേണ്ടത്? എല്ലാ പള്ളിയിലും നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവോ? വിശുദ്ധ ഖുർആൻ ഏത് പള്ളിയിലാണ് നിസ്കരിക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണ് ആ പള്ളി? ലമസ്ജിദുൻ നുസ്സിസ അലത്തഖ്വ മിൻ അവ്വലി യൗമിൻ ഹഖ്ഖു അൻ തഖൂമ ഫീഹി. കേരളക്കാരോടായി വിളിച്ചു പറയുന്നത്, ഞാൻ പക്ഷപാതിത്വം പറയുകയല്ല. ദാറുഹുദായുടെ ക്യാമ്പസിലാണെന്ന് കരുതി പക്ഷപാതിത്വമല്ല ഞാൻ പറയുന്നത്. ദീനിലെന്തു പക്ഷപാതിത്വം? ഇന്ന അവ്വല ബൈത്തിൻ മുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. അതിന്റെ സ്വഭാവവും ഇതുതന്നെയാണ്. ഏത് പള്ളിയിലാണ് നിസ്കരിക്കേണ്ടത്? ലമസ്ജിദുൻ ഉസ്സിസ അലത്തഖ്വ മിൻ അവ്വലി യൗമിൻ ഹഖ്ഖു അൻ തഖൂമ ഫീഹി. തഖ്വയിൽ അധിഷ്ഠിതമായി നിർമ്മിതമായ പള്ളിയിലാണ് നബിയെ നിസ്കരിക്കാവൂ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോടാണ് അള്ളാഹു പറഞ്ഞത്. ആ പള്ളി ഏതാണ്? മദീനത്ത് റസൂലുള്ളാഹി നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് മസ്ജിദ് ഖുബ എന്ന് പറയും. കേട്ടോ, മുനാഫിക്കുകൾ ആ പള്ളിക്ക് പാറയായി വേറൊരു പള്ളി ഉണ്ടാക്കി. ഈ പള്ളിക്ക് പാറയായി പള്ളി ഉണ്ടാക്കി. ഈ പള്ളിയിൽ നിന്ന് ആളുകൾ ആ പള്ളിയിലേക്ക് തിരിച്ചുവിടലായിരുന്നവരുടെ ലക്ഷ്യം. അതിനവർ ചെയ്തതെന്താ? റസൂലുള്ളാഹിനോട് തന്നെ ഈ പള്ളിയുടെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു. നിഷ്കളങ്കനല്ലേ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബ ഉദ്ഘാടനത്തിന് പോകണം എന്ന് റസൂലുള്ളാഹിക്ക് താല്പര്യമുണ്ടായിരുന്നു. പുണ്യനബിക്ക് അറിയില്ല ഇതിന്റെ പിന്നിലുള്ള വഞ്ചന എന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല. ഉടനെ ഇറങ്ങി നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, നബിയേ, ആ പള്ളിയുടെ നിർമ്മാണം സദുദ്ദേശത്തിലല്ല നബിയേ, തഖ്വയിലല്ല യാ റസൂലല്ലാഹ്. മുനാഫിക്കുകൾക്ക് അവരുടെ സംഘടനക്ക് ആളുകളെ ഉണ്ടാക്കലാണ് നബിയേ അതിന്റെ ലക്ഷ്യമെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് നിങ്ങൾ ആ പള്ളിയിൽ നിസ്കരിക്കരുത്. അള്ളാഹുവിന്റെ ഹബീബിനോട് ഖുർആൻ നേരിട്ട് പറഞ്ഞതാ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ആദ്യകാലത്ത് നിർമ്മിതമായ മഹല്ലു പള്ളികൾക്ക് പാരയായി പള്ളികൾ നിർമ്മിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടോ? നിങ്ങളാ പറയേണ്ടതുണ്ടോ? തീക്കാറ്റല്ല, തീക്കട്ട നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അടിസ്ഥാനപരമായ പള്ളികൾക്ക് പാരയായി പള്ളി മഹല്ലു പള്ളിയാണ്. റോഡിന്റെ ഈ സൈഡിൽ ഒരു പള്ളി, അതിന് പാരയായി മറു സൈഡിൽ മറ്റൊരു പള്ളി. മഹല്ലു പള്ളിയാണ്. ആ പള്ളിക്ക് പകരം പള്ളികൾ ഉണ്ടാക്കി. എന്നിട്ടോ ഈ പള്ളികളിലേക്ക് ആളുകളെ തിരിച്ചുവിടാൻ വേണ്ടി, മഹല്ലിനെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും മൗലിദ് ഓതിയിട്ട് ചോറ് വിതരണം ചെയ്യുക. ആ സാഹചര്യം കേരളത്തിലുണ്ടോ? തീക്കട്ട വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. തീക്കട്ട വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. തീക്കാറ്റടിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിനെ നീ ഒന്നാക്കി തരണേ റബ്ബേ. എല്ലാവരും നിഷ്കളങ്കമായി ആമീൻ പറയണേ. അല്ലാ, ശത്രുക്കൾ തലക്കമീതാഞ്ഞടിക്കാൻ നിൽക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് പരസ്പരം തമ്മിൽ തല്ലുന്ന അവസ്ഥ നീ ഇല്ലാതെ ആക്കണേ റബ്ബേ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിനിടയിൽ ഐക്യം നൽകണേ റബ്ബേ. ലോകരാജ്യങ്ങൾക്കിടയിൽ ഐക്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ ഉമ്മത്തിനെ നീ ഒന്നാക്കണേ അല്ലാ. ഞാൻ വിഷയം പറയുമ്പോൾ പറഞ്ഞതാണ് എൻ്റെ പ്രിയമുള്ളവരെ, തീക്കാറ്റിനും തീക്കട്ടക്കുമുള്ള സമയമായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ മറ്റൊരു സംഭവമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ മറ്റൊരു സംഭവം ഏതാണ്? ആ സംഭവം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെയും അല്ലാഹു പറയുന്നത് മേൽഭാഗത്ത് നിന്ന് തീക്കട്ട വീണ സംഭവമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീലിൻ മൻദൂദ് മുസവ്വമതൻ ഇൻദ റബ്ബിക വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. ഫലമ്മാ ജാഅ അംറുനാ, നമ്മുടെ കൽപ്പന വന്നപ്പോൾ, ജഅൽനാ ആലിയഹാ സാഫിലഹാ. എന്ത് പഠിച്ചാൽ എന്താ? പുണ്യനബിയുടെ വാക്കിലേക്കല്ലാതെ തിരിച്ചെത്താൻ കഴിയില്ല. ഞാൻ വരുന്നുണ്ട്, ആ റിപ്പോർട്ട് നമുക്ക് വായിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫലമ്മാ ജാഅ അംറുനാ, നമ്മുടെ കൽപ്പന വന്നപ്പോൾ, ജഅൽനാ ആലിയഹാ സാഫിലഹാ, ആ ഭൂമിയുടെ മുകൾ ഭാഗം നമ്മൾ താഴ്ഭാഗമാക്കി മാറ്റി. അതേപോലെ താഴ്ഭാഗം നമ്മൾ മുകൾ ഭാഗമാക്കി മാറ്റി. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ, ശ്രദ്ധിക്കണം, വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീലിൻ മൻദൂദ്. അവർക്ക് നേരെ നാം വഅർസൽനാ അലൈഹിം, അവരിലേക്ക് നാം
പെയ്യിപ്പിച്ചു, അയച്ചു. ഹിജാറത്തൻ കല്ലുകളെ, മിൻ സിജ്ജീലിൻ മൻളൂദ്, നേരത്തെ പറഞ്ഞ അതേ സിജ്ജീലിൻ മൻളൂദ്, തീയിൽ ചുട്ടെടുത്ത തീക്കട്ടകൾ കൊണ്ട് നാം അവരിലേക്ക് മഴ വർഷിപ്പിച്ചു. സാധാരണ പെയ്യാറുള്ള മഴ വെള്ളത്തിന്റെ മഴയാണ്. എന്നാൽ അവരിലേക്ക് പെയ്തത് തീക്കട്ടയുടെ മഴയായിരുന്നു. വിശുദ്ധ ഖുർആൻ പറയാൻ, മിൻ സിജ്ജീലിൻ മൻളൂദ് മുസവ്വമതൻ ഇൻദ റബ്ബിക് വമാ ഹിയ മിനൽ ളാലിമീന ബിബഈദ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ തെറ്റു ചെയ്യുന്ന ഒരു ജനത ആരാണോ അവർക്ക് ഇത്തരത്തിലുള്ള ശിക്ഷ വിദൂരമല്ല എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഏതാണ് ഈ സമൂഹം? മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായമാണ്. ചിന്തിക്കണേ, എത്രയെത്ര സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. 1,24,000 പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ട് പല സമുദായങ്ങളെ കുറിച്ചും അല്ലാഹു പറഞ്ഞു തന്നിട്ടില്ല. ചില പ്രവാചകന്മാരെയും അവരുടെ സമുദായവുമാണ് അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നത്. എന്താ കാരണം? അവരിൽ പഠിക്കാനുണ്ട് നമുക്ക്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു പഠിപ്പിച്ചു തന്ന സമുദായമാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായം. അവരെ അല്ലാഹു തീക്കട്ട കൊണ്ട് ശിക്ഷിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. എന്തായിരുന്നു അതിന്റെ കാരണം? പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. കാനൂ യഅതൂന റിജാല ശഹവതൻ മിൻ ദൂനിൻ നിസാ. അവർ പുരുഷന്മാർ അവരുടെ വികാര പൂർത്തീകരണത്തിനായി, അവരവരുടെ വികാര ശമനത്തിനായി പുരുഷനെ പ്രാപിക്കുന്നവരായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. കാനൂ യഅതൂന റിജാല ശഹവതൻ മിൻ ദൂനിൻ നിസാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, അവരവരുടെ വികാര ശമനത്തിനായി പുരുഷൻ പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടതിന് പകരം പുരുഷനെ തന്നെ വിവാഹം കഴിക്കുന്ന കാലം. ചിന്തിക്കണേ നിങ്ങൾ. തീക്കട്ട വരാനായിട്ടുണ്ടോ ഇന്ത്യക്ക് നേരെ? ആന്ധ്രാപ്രദേശിൽ തീക്കാറ്റടിച്ചോ? മധ്യപ്രദേശിൽ തീക്കാറ്റു കാരണം 100 ആളുകൾ മരിച്ചുപോയി. ഈ ഏതാനും കഴിഞ്ഞ മാസമാണ് നമ്മൾ ഈ റിപ്പോർട്ട് വായിച്ചത്. ഇന്ത്യയിൽ തീക്കാറ്റടിക്കാനുള്ള സമയമായിട്ടുണ്ടോ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പഠിപ്പിക്കുന്നത് എന്താ പറഞ്ഞ കാരണം? അവർ സ്വർഗ്ഗരതിക്കാരായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ രാജ്യത്തല്ലേ നമ്മൾ കേൾക്കേണ്ടി വന്നത്? നമ്മളൊക്കെ വോട്ട് കൊടുത്ത് പറഞ്ഞേച്ച എംപിമാർ, ജനപ്രതിനിധികൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. എന്താ ചർച്ച? കോടതിയുടെ പ്രഖ്യാപനം, കോടതിയുടെ ആഹ്വാനം, രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ രാജ്യത്ത് നന്മ നിലനിൽക്കാൻ ആഹ്വാനം ചെയ്യേണ്ട കോടതിയുടെ തലപ്പത്ത് നിന്ന് വന്ന നിർദ്ദേശം എന്തേ? ഇന്ത്യ രാജ്യത്ത് ഒരാൾ അപേക്ഷ കൊടുത്തു ഗുജറാത്തിൽ, തനിക്ക് തന്റെ വർഗത്തിൽപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ അനുവാദം വേണം. സ്വവർഗ വിവാഹത്തിനുള്ള അനുവാദം വേണമെന്ന് അയാൾ കോടതിയോട് ആവശ്യപ്പെട്ടു. കോടതി പറഞ്ഞതെന്താ? അയാൾക്ക് അതിന് അനുവാദം കൊടുക്കണമെന്നാണ്. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ നിയമമില്ല. ആ നിയമനിർമ്മാണം നടത്തണം. നിയമനിർമ്മാണം നടത്തേണ്ട പാർലമെന്റിനോട് കോടതി എന്താ കാരണം പറഞ്ഞത്? ഒരാൾക്ക് തന്റെ വർഗത്തിൽപ്പെട്ട ആളെ തന്നെ വിവാഹം കഴിക്കണമെന്ന താല്പര്യമുണ്ടായാൽ, പുരുഷനെ വിവാഹം കഴിക്കണമെന്ന താല്പര്യമുണ്ടായാൽ, പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന താല്പര്യമുണ്ടായാൽ അതിന് ഈ രാജ്യത്തെ നിയമം വേണം. അത് പാടില്ലെന്ന് പറയാൻ പാടില്ല. കാരണം അത് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലാണ്. നിങ്ങൾ ആലോചിക്കണം. ഈ ആഹ്വാനം കേട്ടിട്ട് മന്ത്രിമാരും അതേപോലെ ജനപ്രതിനിധികളും ഒരുമിച്ച് കൂടിയില്ലേ? ഗൗരവമായ ചർച്ച. ഇന്ത്യ രാജ്യത്ത് മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ ഇന്ത്യ രാജ്യത്തും സ്വവർഗ വിവാഹം നിയമം മൂലം അനുവദിക്കപ്പെടണം. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അനധിവിദൂരമല്ലാതെ ഇത് സംബന്ധമായില്ല തീരുമാനം വരും. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീലിൻ മൻളൂദ്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താ അല്ലാഹു പറഞ്ഞത്? അവർ സ്വവർഗ വിവാഹം നടത്തുന്നവരും സ്വവർഗരതിക്കാരുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോഴല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല
ലൂത്ത് നബി അലൈഹിസ്സലാമിനെ അവരിലേക്ക് പറഞ്ഞയച്ചത്. അവരോട് പറഞ്ഞു, ഇതിൽ നിന്ന് പിന്മാറാൻ കൂട്ടാക്കിയില്ല. വർഷങ്ങളോളം നീണ്ട ചർച്ച, വർഷങ്ങളോളം നീണ്ട പ്രബോധനം നടന്നല്ലോ, പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ശിക്ഷ അറിയിക്കാൻ അള്ളാഹു 2 മലക്കുകളെ നിയോഗിച്ചത്. ആ 2 മലക്കുകൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വീട്ടിലാണ് ആദ്യം വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വന്നു. ഇബ്രാഹിം നബിക്ക് മനസ്സിലായില്ല ഇത് മലക്കുകളാണെന്ന്. മനുഷ്യരൂപത്തിലാണ് അവർ വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വന്നു. ഇബ്രാഹിം നബി വലിയ ആതിഥ്യ സൽക്കാരം നടത്തുന്ന ആളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ അതിഥികൾ വന്ന പാടെ വീട്ടിൽ ആടറുത്തു, മൃഗത്തെ അറുത്തിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി. എന്നിട്ടോ ഇവരെ സൽക്കരിച്ചു. ഇബ്രാഹിം നബി വലിയ ആതിഥ്യ സൽക്കാരം നടത്തുന്ന ആളാ. ചരിത്രത്തിൽ കാണാം, അതിഥിയില്ലാതെ മഹാനവർകൾ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ലത്രേ. ഖലീലുല്ലാഹി ഇബ്രാഹിം ഒരാളെയും കിട്ടിയിട്ടില്ലേ, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങും, എന്നിട്ട് അങ്ങനെ നടന്നു നോക്കും. ഒരാളെ കിട്ടുന്നവരെ, ഒരാളെ കിട്ടിയെങ്കിലേ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്വഭാവമാണത്. ആ ഇബ്രാഹിം അലൈഹിസ്സലാം അതിഥികളെ കണ്ടവാറെ ഭക്ഷണം പാകം ചെയ്തു, അവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, തിന്നോളിൻ. അപ്പോഴാണ് അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങളെന്താ ചിരിക്കുന്നത്, ഭക്ഷണം കഴിക്കാത്തത്? അവർ പറഞ്ഞു, ഞങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാറില്ലാത്തവരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മനസ്സിലായത് മലക്കുകളാണെന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മക്കളുണ്ടാകാൻ പോകുന്നുവെന്ന് പറയാനാണ്. സാറാ ബീവി ചോദിച്ചു, ഞങ്ങൾക്ക് മുടിയൊക്കെ നിറച്ചു ക്ഷീണിതരായി, ഇനി മക്കളോ? അവർ പറഞ്ഞു, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവർ അവിടെ നിന്ന് പുറപ്പെട്ടു, നേരെ ചെന്നു മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് കയറുന്നത് ഇവരെ അല്ലാഹു പറഞ്ഞയച്ചത് 2 യുവകോമളന്മാരുടെ രൂപത്തിലായിരുന്നു. ഇവരാ വീട്ടിലേക്ക് കയറുന്നത് ആ ജനത കണ്ടിട്ടുണ്ട്. അവർ ഓടി വന്നിട്ട് പറഞ്ഞു, ലൂത്തേ, 2 സുമുഖന്മാരായ ചെറുപ്പക്കാർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടല്ലോ, അവരെ ഞങ്ങൾക്ക് വിട്ടുതരൂ ലൂത്തേ. ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ എന്ത് വർത്തമാനമായി പറയുന്നത്? അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നു എന്ന മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി വന്നവരെ മലക്കുകളാണവർ. അവർ പറഞ്ഞു, ലൂത്തേ, നീ ഒരുപാട് കാലമായില്ലേ ശിക്ഷ എന്നൊക്കെ പറയുന്നു. ലൂത്തേ, അവരിങ്ങ് വിട്ടുതരൂ ലൂത്തേ. ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾക്കങ്ങനെ വിവാഹം കഴിക്കണമെന്നുണ്ടോ? എന്റെ പെൺമക്കളിതാ, ഞാൻ നിങ്ങളവർക്ക് നിക്കാഹ് ചെയ്തു തരാം. അവർ പറഞ്ഞു, പറ്റില്ല. ലൂത്ത് അലൈഹിസ്സലാം അവസാനം അവരോട് കെഞ്ചുന്ന രംഗം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങളിൽ തന്റേടിയായ മനുഷ്യന്മാരാരുമില്ലേ? എന്റെ അതിഥികളാണ് അവർ, അവരുടെ കാര്യത്തിൽ എന്നെ വഷളാക്കരുത്. ജനത വിട്ടില്ല. മലക്കുകൾ ലൂത്ത് അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ലൂത്ത് നബി അലൈഹിസ്സലാമേ, വിട്ടേക്ക്, ഞങ്ങൾ ശിക്ഷ അറിയിക്കാൻ വന്ന ആളുകളാണ്. ഈ രാത്രി കഴിഞ്ഞുള്ള പകലില്ലേ, ആ പകൽ വരുന്നതോടുകൂടെ അല്ലാഹുവിന്റെ ശിക്ഷ അവർക്ക് വരുന്നതാണ്. അതുകൊണ്ട് അങ്ങയോട് വിശ്വസിച്ച ആളുകളും രക്ഷപ്പെടണം. ലൂത്ത് അലൈഹിസ്സലാമിനുള്ള നിർദ്ദേശമാണ്. അവർ ഇറങ്ങി നടക്കുമ്പോൾ അവരോട് അല്ലാഹു പറഞ്ഞതെന്താ? വലാ യൽതഫിത് മിൻകും അഹദുൻ, നിങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. പണ്ട് ഉമ്മാരൊക്കെ പറയും, ഒരു പെരക്കെന്നിറങ്ങിയാൽ പിന്നെ തിരിച്ചു പോരരുത്. നമ്മൾ പറയും ഒരു പൊട്ടന്മാരാന്ന് പറഞ്ഞു, ആക്ഷേപിക്കണ്ട. വലാ യൽതഫിത് മിൻകും അഹദുൻ, ആരും തിരിഞ്ഞു നോക്കരുത് എന്ന് അള്ളാഹു അവർക്ക് കൊടുത്ത നിർദ്ദേശമായിരുന്നു. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യ ശത്രുപക്ഷത്തായിരുന്നു. ഏജന്റ് പണിയെടുത്തിരുന്ന ആളായിരുന്നു ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യയും ഇവരുടെ കൂടെ പുറപ്പെട്ടു. കുറെ അങ്ങെത്തിയപ്പോൾ ഭാര്യ തിരിഞ്ഞു നോക്കി, അവിടെ തന്നെ പിടിച്ചു വെക്കപ്പെട്ടു. അതാ ലൂത്ത് നബി അലൈഹിസ്സലാമും ജനതയും രക്ഷപ്പെടുകയാണ്. എന്നിട്ടതാ അള്ളാഹുവിന്റെ ശിക്ഷ വരികയാണ്. ആ രാത്രി കഴിഞ്ഞുള്ള പകലിനോട് ചേർന്നാണ് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത്. എന്താ? നമ്മുടെ ശിക്ഷയുമായുള്ള നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ നാടിനെ നമ്മൾ നേരെ തലകീഴയായി മറിച്ചിടുകയാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ടോ തന്റെ ചരക് സദൂം എന്ന് പറയുന്ന നാട്ടിന്റെ
താഴ്ഭാഗത്തേക്ക് തന്റെ ചിറകങ്ങ് താഴ്ത്തി. സദൂം എന്നാണ് ഇന്നും ആ നാടിന്റെ പേര്. ഫജഅൽനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഭൂമിയിൽ നിന്ന് ഏറ്റവും പൊക്കത്തിലുള്ള സമുദ്ര ജലനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയർന്ന പ്രദേശമായിരുന്നു അത്. എന്നാൽ ഇന്ന് സമുദ്ര ജലനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, തന്റെ ചിറകങ്ങ് താഴ്ത്തിയിട്ട് സദൂം എന്ന് പറയുന്ന നാടിനെ തന്റെ ചിറകിൽ എടുത്തു പൊക്കി. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗം നമ്മൾ താഴ്ഭാഗമാക്കി എന്ന് പറഞ്ഞാൽ നേരെ തലകീഴയായി അങ്ങ് മറിച്ചിട്ടു. ഈ മറിച്ചിടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണേ, കാടുമണ്ടുവെന്തേ? ലോകത്തെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ എന്താണ് ഗൗരവമായി പഠിക്കേണ്ടതാണ്. എന്താ അവർ പറയാറുള്ളത്? ഏഷ്യയുടെ ഭൂഖണ്ഡവും യൂറോപ്പിന്റെ ഭൂഖണ്ഡവും തമ്മിൽ അടിച്ചതാണ്. അവർ പറയും ഇന്ത്യയുടെ ഭൂമിയുടെ പാളിയും പാകിസ്ഥാനിന്റെ ഭൂപ്രദേശത്തിന്റെ പാളിയും തമ്മിൽ അടിച്ചതാണ്. അടിക്കുമ്പോൾ തന്നെയാണ് കുലുങ്ങല്. പക്ഷേ അടിക്കാനുള്ള കാരണം എന്താണ്? കാരണത്തിന്റെ കാരണം തേടി പോകണം. കോസ് ഓഫ് ദി കോസ്, അതാ ഖുർആൻ പറഞ്ഞത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും അത് തന്നെയാണ്. കോസ് ഓഫ് ദി കോസ്, കാരണത്തിന്റെ കാരണം എന്താ? ജിബ്രീൽ അലൈഹിസ്സലാം നേരെ അങ്ങ് മറിച്ചിട്ടല്ലോ. ആ മറിച്ചിടുന്നതിന് മുമ്പ് അവരിൽ ഒരു പ്രതിഭാസം ഉണ്ടായി. എന്താണ് ആ പ്രതിഭാസം? വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീലിൻ മൻദൂദ്. അവർക്ക് തലക്ക് മുകളിലേക്ക് അല്ലാഹു തീക്കട്ടകൾ കൊണ്ടുള്ള മഴ പെയ്യിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലോ ശ്രദ്ധിക്കണം, ഈ തീക്കാറ്റ് കേരളത്തിൽ വരാൻ പോകുന്ന ഒരു ശക്തമായ ഭൂകമ്പത്തിന്റെ മുന്നോടിയാണോ, മുന്നറിയിപ്പാണോ? ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. പടച്ചോൻ രക്ഷപ്പെടുത്തട്ടെ. പറയൂ റബ്ബേ, രക്ഷപ്പെടുത്തണേ അല്ലാ, സലാമത്താക്കണേ അല്ലാ. രാത്രി ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ നീ ഭൂമിയൊന്ന് ഇളക്കി പിടിച്ചാൽ റബ്ബേ, ഞങ്ങൾ അതിൻ്റെ അകത്ത് കിടന്ന് മരിക്കുകയല്ലാതെ ഞങ്ങളുടെ മയ്യത്ത് പോലും എടുക്കാൻ ആരുണ്ടാവുമെന്നറിയില്ല. 4, 5, 6 ദിവസം രക്ഷാപ്രവർത്തനം നടത്തും. 7-ാം ദിവസം രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈനികർ പോലും പറയും ദുർഗന്ധം വമിച്ചിട്ട് ആ ഭാഗത്ത് പോകാൻ കഴിയുന്നില്ല. അല്ലാ, 2 മാസം മുമ്പ് കണ്ട തീപ്പന്തം, പടച്ച റബ്ബേ, ഈ ആഴ്ച ഉണ്ടായ തീക്കാറ്റ്. ഞങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോ അല്ലാഹുവേ, നീ സൃഷ്ടിച്ച ജനതക്ക് ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങളും പ്രകമ്പങ്ങളും വരുന്നതിന് മുമ്പ് നീ കൊടുത്ത തീക്കാറ്റും തീക്കട്ടയും തീക്കട്ട കൊണ്ടുള്ള ഏറും ഒക്കെ ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ പേടിച്ചു പോകുന്നു. അല്ലാഹുവേ, മാപ്പ് ചെയ്തു തരണേ അല്ലാ, പൊറുത്തു തരണേ റബ്ബേ, പൊറുത്തു തരണേ അല്ലാ. ഈ തീക്കാറ്റും മരണവും ഇന്ത്യ രാജ്യത്തിനുള്ള മുന്നറിയിപ്പാണ്. പരസ്യമായൊരു തെറ്റ് നിയമം മൂലം അനുവദിക്കുക, രഹസ്യമായൊരു തെറ്റൊരാൾ ചെയ്യുക, രണ്ടും ഗൗരവം വ്യത്യസ്തമാണ്. രഹസ്യമായ ഒരാളൊരു തെറ്റ് ചെയ്തു, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്തേക്കാം. അല്ലാഹുവേ, മാപ്പ് ചെയ്യണേ റബ്ബേ. പരസ്യമായി നിയമം മൂലം അനുവാദം നൽകുന്നത് ഈ തെറ്റിന്റെ വ്യാപനത്തിനാണ് സഹായിക്കുക. അതുകൊണ്ട് തന്നെ എന്റെ തീക്കാറ്റ് പഠിക്കേണ്ടതാണ്, ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി എപ്പോഴാണ് ഇത്തരത്തിലുള്ള തീക്കാറ്റും കൊടുങ്കാറ്റും ഭൂകമ്പവും ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എപ്പോഴാ കൊടുങ്കാറ്റ്, എപ്പോഴാണ് തീക്കാറ്റ്? ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിക്കൂ. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉമ്മു സലമ നമ്മുടെ ഉമ്മയാണ്, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാൻ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ലഹറ സൂഉ ഫിൽ അർദ്. നല്ല ശ്രദ്ധിക്കണം ചെറുപ്പക്കാരി, ഹദീസ്. ഇദാ ലഹറ സൂഉ ഫിൽ അർദ്, ഭൂമിയിൽ സൂഉൻ. എന്താ സൂഇന്റെ അർത്ഥം? സൂ എന്ന് പറഞ്ഞാൽ ദുരാചാരം, ദുരാചാരം. സൂ എന്നതിന്റെ അർത്ഥം ദുരാചാരം. ഇദാ ലഹറ സൂഉ, ദുരാചാരം ഭൂമിയിൽ പ്രത്യക്ഷമായി നടക്കാൻ തുടങ്ങിയാൽ, ആചാരങ്ങൾ 2 രീതിയിൽ, സദാചാരം, ദുരാചാരം, നല്ല നടപ്പ്, ദുർനടപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭൂമിയിൽ ദുർനടപ്പ് വ്യാപകമായാൽ അൻസലല്ലാഹു ബഅസഹു ബിഅഹ്ലിൽ അർദ്, അല്ലാഹു ഭൂമിയിലേക്ക് തന്റെ ശിക്ഷ ഇറക്കുന്നതാണ്. ഖാലത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ,
ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ വഇൻകാന ഫീഹിം സാലിഹൂൻ, സാലിഹീങ്ങളായ സത്യസന്ധരായ ആളുകൾ ഉണ്ടായാലും അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ശിക്ഷ ഭൂമിയിലേക്ക് ഇറങ്ങുമോ? നബിയേ, 5 വക്ത് നിസ്കരിക്കുന്നവർ, എപ്പോഴും പള്ളിയിലിരിക്കുന്നവർ, ദാനധർമ്മം ചെയ്യുന്നവർ, പൊട്ടിക്കരഞ്ഞ് നിന്നോട് ദുആ ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും അല്ലാഹുവിന്റെ ശിക്ഷ ഭൂമിയിലേക്ക് വരുമോ? എന്താ റസൂലുള്ളാഹി മറുപടി പറഞ്ഞത്? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ, വഇൻകാന ഫീഹിം സാലിഹൂൻ, സാലിഹീങ്ങളായ ആളുകൾ ഭൂമിയിൽ ഉണ്ടായാലും ദുർനടപ്പ് ഭൂമിയിൽ വ്യാപകമായാൽ അല്ലാഹുവിന്റെ ശിക്ഷ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ثم يرجعون إلى رحمة الله, പിന്നെ സ്വാലിഹീങ്ങളായ ആളുകളുണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് മടക്കപ്പെടുന്നതാണ്. എന്താ ഇവിടെ പറഞ്ഞ ഒരു അടയാളം? ഇതാ അല്ലാഹ റസൂ, ദുർനടപ്പ് ഭൂമിയിൽ വ്യാപകമായാൽ. എന്താ ഈ ദുർനടപ്പ്? ശ്രദ്ധിക്കണേ, നല്ല നടപ്പിനെതിരാണ് ദുർനടപ്പ് അല്ലേ? പണ്ടൊക്കെ പുതിയാപ്പിള പോകാറുണ്ട്. എന്റെ സദസ്സിൽ എത്രയോ ചെറുപ്പക്കാർ, അവരെ നിങ്ങൾ ചോദിക്കൂ നിങ്ങളുടെ വാപ്പമാരോട്, ഇക്കാക്കമാരോട്. ചെറുപ്പത്തിലൊക്കെ അവരുടെ കാലത്ത് അവർ പുതിയാപ്പിള പോകുമ്പോൾ എങ്ങനെ പോവാ? വീട്ടിൽ നിന്ന് ഒരു ഉസ്താദിനെ കൊണ്ടുവരും. ഉസ്താദ് അൽ-ഫാത്തിഹ വിളിക്കും, ദുആ ചെയ്യും. ദുആ ചെയ്യും, അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരൻ പൊതുജീവിതത്തിലേക്ക് കടക്കുകയാണ് അല്ലേ? അറബിയിൽ ദ്വാരക്കണ ദ്വാന്റെ അർത്ഥത്താണല്ലോ. അല്ലാഹുവേ, ഇവന് നീ നല്ല ജീവിതം കൊടുക്കണം, പടച്ചോനെ സന്തോഷമാക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ദുആ ചെയ്യും ഉസ്താദുമാർ. എന്നിട്ട് ഉമ്മാനോടും ഉപ്പാനോടും സലാം ചൊല്ലി സമ്മതം ചോദിച്ചാറങ്ങ. ഇന്ന് ഫാത്തിഹ വിളിയില്ല. ഇന്ന് ഫാത്തിഹ വിളിക്കണതിന് പകരം പടക്കം പൊട്ടിച്ചിട്ടാ പുതിയാപ്പിള ഇറങ്ങണം. നല്ല നടപ്പുകളുടെ സ്ഥാനത്തെല്ലാം ദുർനടപ്പ് കയറി പറ്റിയാൽ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിന്റെ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ ചൊല്ലൂ സ്വലാത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നല്ല നടപ്പിന്റെ സ്ഥാനത്ത് ദുർനടപ്പ് കയറി പറ്റിയാൽ. പണ്ട് പുതിയാപ്പിള പോകുമ്പോ പുതിയാപ്പിളയുടെ കൂടെ ഒരു കാരണവർ പോകും, വയസ്സായ ഒരു കാരണവർ. എന്തിനാ? ആ ചെറുപ്പക്കാരൊക്കെ ഒന്ന് നിയന്ത്രിക്കാനാ. ഇന്ന് ഒരു കാരണവരും പോകില്ല. കാരണവരോട് പോകാൻ പറഞ്ഞാൽ കാരണവർ പറയും, ഞാൻ പോകില്ല മക്കളെ, ഞാൻ വരില്ല. എന്താ? ആ കുട്ടികൾ എന്നെ വഷളാക്കും, ആ കുട്ടികൾ എന്നെ വഷളാക്കും. പുതിയാപ്പിളയുടെ കൂടെ പോകുമ്പോ എന്തൊക്കെ എനിക്കറിയാം, നിങ്ങൾക്കറിയോ? നോമ്പിന്റെ 2 മാസം മുമ്പ് എന്റെ നാട് എന്ന് പറഞ്ഞാൽ കണ്ണൂരല്ല, മലപ്പുറം. ഇവിടെ നിന്ന് 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്ന സ്ഥലമാണ് എന്റെ നാട്. എന്റെ നാട്ടിൽ നോമ്പിന്റെ 2 മാസം മുമ്പുണ്ടായ വിവാഹം. നിങ്ങൾക്കറിയോ? പുതിയാപ്പിള വന്നു, നിക്കാഹ് കഴിഞ്ഞു, കുടുംബ ജീവിതത്തിലേക്ക് കടക്കേണ്ട ചെറുപ്പക്കാരൻ അടക്കം പുതിയാപ്പിളയുടെ കൂടെ വന്ന മുഴുവൻ ആളുകൾക്കും പൊതിരത്തല്ല്. ഇത് മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞതാണോ? ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ലോകത്തിന് മാതൃകയാകേണ്ടവരെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ കുറിച്ച് പറയുന്നു. ആ ഉമ്മത്തിന്റെ കഥ പറയുകയാണ് ഞാൻ. നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരന്റെ കൂടെയുള്ള ആളുകൾ കുട്ടിയുടെ വാപ്പയോട് പറഞ്ഞു, അമ്മോച്ചനോട്, ഞങ്ങളുടെ ആളുകൾ വന്നിട്ടുണ്ട്, വേഗം മാറ്റിച്ചിട്ട് അവരെ പുറത്തേക്ക് വിടണം. ഞങ്ങൾ കൊണ്ടുവന്ന കൊട്ടവണ്ടി എന്ന് ചില നാട്ടിലേന് നായിക്കുറുക്കെന്ന് പറയും, ഇവിടെ എന്താ പറയാന്നറിയില്ല. പിക്കപ്പ്, ചെറിയ പിക്കപ്പ്. ഈ ചെറിയ പിക്കപ്പിൽ കയറ്റിയിട്ട് ഞങ്ങൾ കൊണ്ടുപോവാ. പിക്കപ്പിന്റെ മുകളിൽ ഒരു സൈക്കിൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞു, സൈക്കിളിന്റെ മുമ്പിൽ അവളെ കയറ്റും, പിന്നിൽ ഞങ്ങളുടെ സുഹൃത്തും കയറും, എന്നിട്ട് ഞങ്ങൾ പരസ്യമായി പെണ്ണിനെ കൊണ്ടുപോകും. നിങ്ങൾ ആലോചിക്കണം, 18 ലക്ഷത്തിന്റെ കാറ് വാങ്ങാൻ അല്ലാഹു അവന് തൗഫീഖ് കൊടുത്തിട്ടുണ്ട്. ആ കാർ അവിടെ മാറ്റിവെച്ചിട്ട് ചാണകം കൊണ്ടുപോകുന്ന കൊട്ടവണ്ടിയിലാണോ ചെറുപ്പക്കാരെ പുതിയാപ്പിള പോകേണ്ടത്? നിന്റെ തലമണ്ടയിലും തലച്ചോറിലും എന്താണ്? ഇതാ അല്ലാഹു റസൂലുള്ളാഹി. പ്രിയമുള്ള ചെറുപ്പക്കാരെ, നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച നല്ല നടപ്പിലേക്ക് തിരിച്ചു പോയില്ലേ? നമ്മുടെ പൂർവികന്മാർ പഠിപ്പിച്ച നല്ല നടപ്പിലേക്ക് തിരിച്ചു പോയില്ലേ? ആകാശത്ത് നിന്ന് തീക്കട്ട കൊണ്ടുള്ള ഏറ് വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളോ? ഇതാ
ഭൂമിയിൽ ദുർനടപ്പ് വ്യാപകമായാൽ പെണ്ണിനെയും ആണിനെയും ഒരുമിച്ചിരുത്തി കൊണ്ടുപോകുന്നു. നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാണിച്ചുകൊണ്ട്. നിങ്ങൾ ചോദിക്കും, ഒരു രണ്ടുപേരും ഒരുമിച്ച് കൂടെയും തകരാറുണ്ടോ? ഇല്ല. പക്ഷെ ഇതൊരു ദുർനടപ്പാണോ നല്ല നടപ്പാണോ? സ്വയം ഒന്ന് ഇരുന്ന് ചിന്തിക്കൂ നിങ്ങൾ. ഇത്തരത്തിലുള്ള ദുർനടപ്പുകൾ വ്യാപകമായാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഇങ്ങനെയുള്ള ദുർനടപ്പുകൾ വ്യാപകമായാൽ അൻസലല്ലാഹു ബഅ്സഹു ബിഅഹ്ലിൽ അർദ്, അല്ലാഹു തന്റെ ശിക്ഷ ഭൂമിയിലേക്ക് ഇറക്കുന്നതാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദീർഘമായ ഒരു ഹദീസ് ഇമാം അബൂദാവൂദ് തങ്ങളടക്കം പല ഹദീസ് മുഹദ്ദിസീങ്ങളും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പല വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ ഇത് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് റിപ്പോർട്ടിലുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ ഹദീസ് പറയുന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ ഹദീസിന്റെ അവസാനം അല്ലാഹുവിന്റെ ഹബീബ് തീക്കാറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ തലശ്ശേരിയിൽ എന്തേ തീക്കാറ്റടിച്ചത്? കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തീക്കാറ്റ്, ഈ ആഴ്ച പറഞ്ഞു തീക്കാറ്റല്ല ഉപ്പുകാറ്റ്. ആയിക്കോട്ടെ, മരം കരിഞ്ഞില്ലേ? ഉപ്പുകാറ്റായാലും വൃക്ഷത്തിന്റെ ഇലകൾ കരിഞ്ഞില്ലേ? കരിയുക, കരിക്കുക തീയിന്റെ സ്വഭാവം. കരിയുക, കരിക്കുക തീയിന്റെ സ്വഭാവം. നിങ്ങളുടെ ഈ റിപ്പോർട്ടിൽ ഒരുപാട് ചോദ്യം നിങ്ങളോട് തിരിച്ചു ചോദിക്കാറുണ്ട്. ഞാനതിന് മെനക്കെടുന്നില്ല. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞില്ലേ ഉപ്പ് കൊണ്ട് കരിഞ്ഞു പോയതാണെന്ന്. ആയിക്കോട്ടെ, ഉപ്പ് കൊണ്ട് കരിഞ്ഞാലും തീ കൊണ്ട് കരിഞ്ഞാലും കരിഞ്ഞു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? അല്ലാഹു കരിക്കുന്നത് തീ കൊണ്ടാവാം, ഉപ്പ് കൊണ്ടാവാം. അത് തീയും ഉപ്പും സൃഷ്ടിച്ച റബ്ബിന്റെ തീരുമാനമാണ്. ഈ ഹദീസിന്റെ അവസാനം എന്താണ് കരിഞ്ഞു പോകുന്നതിന്റെ, ഉഷ്ണക്കാറ്റടിക്കുന്നതിന്റെ, തീക്കാറ്റടിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ഈ ഹദീസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ശാസ്ത്രലോകമേ, ഉപ്പല്ല നിങ്ങൾ പരിശോധിക്കേണ്ടത്, നിങ്ങൾ സമുദ്രമല്ല പരിശോധിക്കേണ്ടത്, ആ നാട്ടിലുള്ള ആളുകളുടെ സ്വഭാവം പരിശോധിക്കേണ്ടതാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ചൊല്ലണേ. മദീനയുമായി അല്ലാഹു ഈ സദസ്സിനെ ബന്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ 21-ാം നൂറ്റാണ്ടിലും നമുക്ക് വെളിച്ചം നൽകിയ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഫഅലതു ഉമ്മതി 15 ഖസ്ല, എന്റെ സമുദായം 15 കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ഹല്ല ബിഹൽ ബലാ, സർവനാശവും അവരെ പിടികൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാനേ പറഞ്ഞത് ഹല്ല ബിഹൽ ബലാ, സർവനാശവും അവരെ പിടികൂടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് റസൂലുള്ളാഹി എണ്ണിയതെന്താ? ദീർഘമായി ഞാൻ ഈ ഹദീസ് വിശദീകരിക്കുന്നില്ല, നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ടാണ്. ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞു പോകട്ടെ, ശ്രദ്ധിച്ചോളൂ. എന്താണ് ആ 15 അടയാളം? ആ 15 അടയാളം ഏതു നാട്ടിലെല്ലാം വ്യാപകമായി നടക്കുന്നു, ആ നാടെല്ലാം തീക്കാറ്റ് പ്രതീക്ഷിച്ചു കൊള്ളണേ എന്നാണ് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒന്ന്, ഇദത്തുഖിദൽ ഫൈഉ ദിവല, പൊതു സ്വത്ത് സ്വന്തം സ്വത്ത് പോലെ ആളുകൾ കൈകാര്യം ചെയ്യുന്ന കാലമായാൽ, പള്ളിയുടെ സ്വത്താണ്, ബാങ്കിലുള്ള 25 ലക്ഷമാണ്, സെക്രട്ടറി എടുത്തു, അതെടുത്ത് കച്ചവടത്തിന് കൊടുത്തു, പകുതി ലാഭം സെക്രട്ടറി എടുക്കും, പകുതി ലാഭം പള്ളിക്ക് കൊടുക്കും. 50 ലക്ഷം ബാലൻസ് ഉണ്ട് പള്ളിക്ക്, അത് സ്വന്തം സ്വത്ത് പോലെ അതെടുത്ത് കച്ചവടം ചെയ്തിട്ട് പകുതി അയാൾ, പകുതി പള്ളിക്ക്. രാജ്യത്തിന്റെ സ്വത്തിലാണ് വ്യാപകമായ അഴിമതി നടക്കുന്ന കാലമായാൽ ശ്രദ്ധിക്കണേ നിങ്ങൾ. ദാൽഹുദായിയുടെ കോമ്പൗണ്ടിൽ വെച്ചാണല്ലോ നമ്മളിത് പറയുന്നത്. നമ്മൾ ഓർത്തു പോകുന്നു, നമ്മുടെ ചാരത്ത് ഇതെല്ലാം കാണുന്നുണ്ടാകും ആ മഹാൻ, സന്തോഷിക്കുന്നുണ്ടാകും ആ മഹാൻ, മഹാനായ ഡോക്ടർ അയ്യൂബ് ബാപ്പുട്ടി ഹാജി. അള്ളാഹു അവരുടെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഒരു ചായ കുടിച്ചാൽ പോലും താൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് അത് പകരമാക്കാതെ അതിന്റെ കാശ് പോലും ദാൽഹുദായിയുടെ പെട്ടിയിലേക്ക് നിക്ഷേപിച്ച ഡോക്ടർ അയ്യൂബ് ബാപ്പുട്ടി ഹാജി, അള്ളാഹുവേ ആ മഹാന്റെ ഖബറിടം നീ വെളിച്ചമാക്കണേ റബ്ബേ. ആ മഹാന്റെ ഇഖ്ലാസ് പോലെ ഈ സ്ഥാപനത്തെ നീ ഉയർത്തണേ റബ്ബേ, ഉയർത്തണേ അല്ലാ.
പൊതുപ്രവർത്തകർക്കൊരു മാതൃകയാണ് ആ മഹാൻ. അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത് പൊതുസ്വത്തിൽ വ്യാപകമായ അഴിമതി നടക്കുന്ന കാലമായാൽ നബിയുനാ റസൂലുള്ളാഹി, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായിരുന്നല്ലോ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ആ പ്രിയപ്പെട്ട നേതാവിന്റെ പ്രിയപ്പെട്ട മകനല്ലോ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, വഖഫ് ബോർഡിന്റെ ചെയർമാനല്ലേ. ആ മഹാനോട് ചെന്ന് ചോദിക്കും, നിങ്ങൾ കേരളത്തിലെ ഒരുപാട് വഖഫ് സ്വത്തുകൾ വ്യക്തികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആ മഹാനാസ്ഥാനം ഏറ്റെടുത്ത പാടെ വാപ്പയുടെ ജാഗ്രത, അതേ സ്വഭാവം ലഭിച്ച മകൻ പറഞ്ഞത് നഷ്ടപ്പെട്ടു പോയ വഖഫ് സ്വത്തുകൾ മുഴുവൻ തിരിച്ചു പിടിക്കുമെന്നാണ്. നിങ്ങൾ ചിന്തിക്കണം, പൊതു സ്വത്ത് സ്വന്തം സ്വത്ത് പോലെ ആളുകൾ ഉപയോഗിക്കുന്ന കാലമായാൽ വല്ലമാനതു മഗ്നമാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാ നമ്മെ ഓർമ്മപ്പെടുത്തിയത്? ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചുമതലയാണ് ആ സാഹചര്യങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതെണ്ണി അടയാളം എന്താണ്? വല്ലമാനതു മഗ്നമാ, വിശ്വസ്തത ഇല്ലാതെയായി പോവാ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, വിശദീകരിക്കൊന്നൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളിൽ എത്ര പേർക്ക് അവരവരുടെ മക്കളെ കുറിച്ച് വിശ്വാസമുണ്ട്? അവരവരുടെ മക്കളെ കുറിച്ച് നിർഭയരായ എത്ര രക്ഷിതാക്കളാ ഉള്ളത്? എന്നും നമ്മൾ ദിനേന കേൾക്കുന്നത് ഒളിച്ചോട്ടങ്ങളാണ്. പടച്ചോനെ, ഒളിച്ചോടിപ്പോയവരുടെ വാപ്പ എന്ന ദുഷ്പേര് ഞങ്ങൾക്ക് നീ വരുത്തരുത് അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ സംരക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് നീ നല്ല ബോധം നൽകണേ അല്ലാ. വല്ലമാനതു മഗ്നമാ, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്ന കാലമായാൽ ഗനീമത്ത് സ്വത്ത് പോലെയായി പോവാന്നാണ്. വല്ലമാനതു മഗ്നമാ വസ്സകാതു മഗ്റമാ. ഈയിടെ ഒരു 8-10 മാസം മുമ്പ് നിങ്ങൾ വായിച്ചില്ലേ, കരിപ്പൂരിൽ എയർപോർട്ടിലായ സംഭവം എന്താ? ഒരു ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് പോകുന്നു. അവന്റെ സുഹൃത്ത് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എന്നാലിന്നെ എന്റെ സുഹൃത്ത് വരുന്നുണ്ട്, അവന്റെ കൂടെ അച്ചാർ കൊടുത്തേക്കണം, അവന്റെ കയ്യിൽ അച്ചാർ കൊടുത്തേക്കണം. ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഇവന്റെ കുടുംബക്കാർ വന്ന് അച്ചാർ കൊടുത്തു. ഇവനതുമായി എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ 20 കിലോ ലഗേജ് കൊണ്ടുപോകാൻ പറ്റൂ. 3 കിലോ എയർപോർട്ട് കൗണ്ടറിൽ ഇരിക്കുന്ന ആളുകൾ വിട്ടുകൊടുത്തു. പക്ഷേ 30 കിലോയിൽ അധികമുണ്ട്. ബാക്കിയുള്ളത് തിരിച്ചെടുക്കേണ്ടി വന്നു. തിരിച്ചെടുത്ത കൂട്ടത്തിൽ ഇവൻ ഈ അച്ചാറും തിരിച്ചെടുത്തിട്ട് ആക്കാൻ വേണ്ടി വന്ന കുടുംബക്കാരുടെ കയ്യിൽ തിരിച്ചു കൊടുത്തേച്ചു, നാട്ടിലേക്ക് കൊടുത്തേച്ചു. ഏതോ ഭാഗ്യത്തിന് അല്ലാഹു രക്ഷപ്പെടുത്തിയതായി ഇറങ്ങണ സമയത്ത് ഏതോ ഉസ്താനെ വിളിച്ചിട്ട് ദ്വാരിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെ ബദർമൗലി എഴുതിയിട്ടുണ്ടാവും. അർഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ചതിയിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എന്നിട്ടോ ഇവന് ഗൾഫിക്ക് പോയി. ഗൾഫിൽ ഇവനെ ഇറങ്ങിയ പാടെ ഇവന്റെ സുഹൃത്ത് വിളിക്കുന്നു, എന്റെ അച്ചാർ. എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുള്ളൂ, അപ്പൊ തന്നെ വിളി അച്ചാർ. അപ്പം പറഞ്ഞു, അച്ചാർ ഞാൻ എടുത്തിട്ടില്ല, ഇങ്ങനെ ലഗേജ് കൂടിയത് കൊണ്ട് തിരിച്ചു കൊടുത്തേച്ചിട്ടുണ്ട്. ഇവനെ വിളി നിർത്തുന്നില്ല, വിളി തന്നെ. അപ്പൊ ഇയാൾക്കൊരു സംശയം, ഒരച്ചാറിന് ഇങ്ങനെ വിളിക്കേ. അപ്പൊ അവൻ പറഞ്ഞു, എന്റെ വീട്ടിലുണ്ട് അച്ചാറ്, നിന്റെ കുടുംബക്കാരോട് വന്നത് തിരിച്ചെടുക്കാൻ വേണ്ടി പറയണം. ഇവൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അച്ചാർ കൊടുക്കുന്നതിന് മുമ്പ് അച്ചാറൊന്ന് പരിശോധിക്കണം. പിന്നെ സംശയം, അച്ചാറിന് ഏതൊരു സാധനത്തിനും തിരക്കണ ഒരു സമയത്തിന് ആവശ്യപ്പെടുന്ന ഒരു കണക്കുണ്ടാവുമല്ലോ. ഇവനൊരു സംശയം തോന്നി. ഇവന്റെ കുടുംബക്കാര അച്ചാറെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ അച്ചാറിൻ്റെ ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗറിന്റെ പാക്കറ്റുകൾ. സ്വന്തം സുഹൃത്തിനെയാണ് സുഹൃത്ത് വഞ്ചിക്കുന്നത്. വല്ലമാനതു മഗ്നമാ, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്ന കാലമായാൽ വസ്സകാതു മഗ്റമാ, സകാത്ത് ആളുകൾ കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന കാലമായാൽ ആരാ പഠിപ്പിക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ പറയും, ഉസ്താദേ പഴയ കാലത്തെ പോലെയല്ല, ആളുകളൊക്കെ സകാത്ത് ധാരാളം കൊടുക്കുന്ന കാലമാണല്ലോ ഇത്. ഇല്ല, പഴയ കാലത്ത് കൊടുക്കേണ്ടവർ വിരളമാണ്, വാങ്ങേണ്ടവർ ധാരാളമായിരുന്നു. ഈ കാലഘട്ടത്തിലോ കൊടുക്കേണ്ടവർ ധാരാളമാണ്, വാങ്ങേണ്ടവർ ധാരാളമോ അല്ലെങ്കിൽ അതിലോ കുറവോ ആണ്. ഈ കാലഘട്ടത്തിൽ കൊടുക്കേണ്ടവർ ധാരാളമാണ്. എന്താ സകാത്തിന്റെ കടക്ക്? കച്ചവടക്കാർ സകാത്ത് കൊടുക്കണല്ലോ. കച്ചവടം തുടങ്ങി 1 കൊല്ലമാകുമ്പോ കച്ചവടത്തിന്റെ കണക്കെടുക്കണം. 1 കൊല്ലം പൂർത്തിയാകുമ്പോ, അറബി വർഷപ്രകാരം 1 കൊല്ലം പൂർത്തിയാകുമ്പോ അതിനെ കണക്കെടുക്കണം. എന്നിട്ടോ
കടയിലുള്ള സ്റ്റോക്ക് പരിശോധിക്കണം. അതേപോലെ വിറ്റ് കിട്ടിയുള്ള കയ്യിലിരിപ്പ് പരിശോധിക്കൂട്ടണം. കിട്ടാനുള്ള കടവും കൂട്ടണം. ഇതെല്ലാം കൂട്ടിയിട്ട് 596 ഗ്രാം വെള്ളിക്ക് സമാനമായ പണമുണ്ടോ അയാൾ സക്കാത്ത് കൊടുത്തോളെന്നാണ്. 596 ഗ്രാം വെള്ളി, 1 കിലോ വെള്ളിക്ക് ഒരു 60,000-ഓ 70,000 ഒക്കെയാണ് ഇപ്പം എന്ന് തോന്നുന്നു. 70,000-ന്റെ ചുവട്ടിലാണ്. കഴിഞ്ഞ മാസം ഞാൻ അന്വേഷിച്ചപ്പോ 62,000 എന്ന് വെള്ളി കച്ചവടക്കാരനായിരുന്ന എന്റെ സുഹൃത്തിനോട് പറഞ്ഞു. അപ്പൊ 70,000-ന് താഴെയാണ്. 596 ഗ്രാം എന്ന് പറഞ്ഞാൽ 70,000-ന്റെ പകുതിയാണല്ലോ 35,000. ഒരു 40,000 ഉറുപ്പിക കടയിലെ സ്റ്റോക്ക്, വിറ്റ് കിട്ടി കയ്യിലിരിപ്പുള്ള ലാഭം, കിട്ടാനുള്ള കടം എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു കൊല്ലത്തേത് 40,000 ഉറുപ്പിക വെള്ളിയുടെ പണം. വെള്ളിയുടെ കണക്കനുസരിച്ച് ഞാൻ ഏകദേശം പറഞ്ഞതാണ്, കൃത്യമായി കൂട്ടിയില്ല. കച്ചവടക്കാർ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, എത്ര പേരുണ്ട് സക്കാത്ത് കൊടുക്കുന്നവർ? വൽ സക്കാത്തു മഗ്റമാ, സകാത്തിന്റെ സമുദായം കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന കാലമായാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തത് കേൾക്കണം. ഒരാൾ തന്റെ ഭാര്യയെ വഴിപ്പെടുക. ഒരാൾ തന്റെ ഭാര്യയെ വഴിപ്പെടുന്ന കാലമായാൽ, ഇവിടെ വേറെ ചില രേഖകളിലുണ്ട്, പുരുഷൻ പെണ്ണിനെ അനുസരിക്കുന്ന കാലമായാൽ. ശ്രദ്ധിക്കണേ നിങ്ങൾ, ഞാൻ ആരെയും ആക്ഷേപിക്കുകയില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറയുകയാണ്, പുരുഷൻ പെണ്ണിനെ അനുസരിക്കുന്ന കാലമായാൽ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്ത്യ രാജ്യത്തെ തീക്കാറ്റിന്റെ കാരണങ്ങൾ എന്തെന്നാണ് പുണ്യ നബി പറഞ്ഞു തരുന്നത്. നമ്മൾ കണ്ടില്ലേ, നേരത്തെ സംവരണം 20, പിന്നെ 30, ഇപ്പോൾ 50 ആണല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50. അതായത് ഇലക്ഷൻ നടന്ന 50 20 സീറ്റാണുള്ളതെങ്കിൽ 20-ൽ പെണ്ണ്, 20-ൽ ആണ്. എന്നിട്ട് ഈ തന്റെ ഇടമുള്ള ആണിന്റെ പണി എന്താണ്? രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അവന് പഞ്ചായത്തിൽ പോയിരിക്കാണ്, മുനിസിപ്പാലിറ്റിയിൽ പോയിരിക്കുന്നു. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പെണ്ണിന് സംവരണം ചെയ്തതാണ്. ഈ പെണ്ണിന്റെ മുഖത്ത് നോക്കി പെണ്ണിന്റെ ആജ്ഞകൾ കേൾക്കുന്ന കാലം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ലണേ സ്വലാത്ത്. 14 നൂറ്റാണ്ട് മുമ്പാണ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചോദിക്കും, എന്റെ വിധി എന്താ, അതിന്റെ മതപരമായ കാര്യം എന്ത്? ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ മത്സരിക്കാതിരുന്നാൽ നമ്മുടെ സീറ്റൊക്കെ ഒഴിഞ്ഞു കിടക്കില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ഭാര്യയെ നീ മത്സരിപ്പിക്കണ്ട. നിന്റെ ഭാര്യയെ നീ മത്സരിപ്പിക്കണ്ട. മറ്റു മതസ്ഥരില്ലേ, അവർക്ക് വിട്ടുകൊടുത്തേക്ക്. എന്തേ? ഫാത്തിമ മോളെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, മയ്യിത്ത് കൊണ്ടുപോകുമ്പോ പോലും പറഞ്ഞത് രാത്രി കൊണ്ടുപോകണേ, എന്റെ ശരീരം ഒരാളും കാണാനിടവരരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, അല്ലാഹുവിന്റെ ഹബീബാണ്. എന്തേ? പുരുഷൻ പെണ്ണിനെ അക്ഷരം പ്രതി അനുസരിക്കുക. അവർ പാസാക്കി കൊടുക്കുന്ന, അവർ നൽകുന്ന ലിസ്റ്റുകൾക്കനുസരിച്ച് ചെയ്യാൻ ഇയാൾ നിർബന്ധിതനാവുക. പുണ്യനബി പറഞ്ഞല്ലോ, ഏതൊരു സമുദായമാണ് തങ്ങളുടെ അധികാരം പെണ്ണിന്റെ കയ്യിലേൽപ്പിച്ചത്, ആ സമുദായം നശിച്ചുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഒന്നും പറഞ്ഞതല്ല, ഹദീസ് വിശദീകരിച്ചതാണ്. ഒരു പുരുഷൻ തന്റെ ഭാര്യയെ വഴിപ്പെടുക, തന്റെ പ്രിയപ്പെട്ട മാതാവിനെ വെറുപ്പിക്കുക. ഭാര്യയെ തൃപ്തിപ്പെടുത്തുക, ഭാര്യയെ അനുസരിക്കുക, തന്റെ മാതാവിനെ വെറുപ്പിക്കുക, മാതാവിനോട് എതിരായി പ്രവർത്തിക്കുക. തന്റെ കൂട്ടുകാരന് ഗുണം ചെയ്യുക. തന്റെ പിതാവിനോട് പിണങ്ങുകയും ചെയ്യുക. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് പറയുമ്പോൾ ഓർത്തു പോവുകയാണ്, ഈ നോമ്പ് 3-ന് ഞാൻ നോമ്പ് തുറക്കാൻ ഒരു വീട്ടിൽ പോയി. നോമ്പ് 3-നോ 2-നോ ആണ്.
ആ പിതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെന്ന് പറയുന്നത് ശരിയല്ല എന്നാ എനിക്ക് തോന്നുന്നത്. ആ കണ്ണിൽ നിന്ന് രക്തത്തിന്റെ കട്ടയാണോ നിലത്ത് വീണതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഒരു 55 വയസ്സുള്ള മുടി നരച്ചൊരു പിതാവ് തേങ്ങി കരയുക എന്ന് പറഞ്ഞാൽ ഖൽബിന് എത്രമാത്രം ആഘാതമാണ്. അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് പരിചയമുണ്ട് ആ സുഹൃത്തിനെ. എന്നോട് പറഞ്ഞു, ഉസ്താദേ അവൻ വന്നുപോയി. ഞാൻ ചോദിച്ചവന്റെ വിവരമെന്ത്? അപ്പൊ 2 കണ്ണിൽ നിന്നും കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, അവന്റെ വിവരമൊക്കെ പറയാതിരിക്കലാണ് നല്ലത്. അവൻ കഴിഞ്ഞ മാസം 10 ദിവസത്തിനായി നാട്ടിൽ വന്നിരുന്നു. ഭാര്യയും മക്കളും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇയാൾ പറയാണ്, 1-2 തവണ എന്നെ കാണാൻ വന്നു. അവൻ താമസിച്ചത് മുഴുവൻ ഭാര്യ വീട്ടിലാണ്. ഉസ്താദേ അവൻ ഇറങ്ങിപ്പോയതും അവൻ ആദ്യമായി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗൾഫ് പോയത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഉസ്താദേ. എന്നാൽ ഈ തവണ അവൻ ഗൾഫിൽ പോയത് അവൻ്റെ ഭാര്യ വീട്ടിൽ നിന്നാണ്. തലേ ദിവസം വീട്ടിൽ വന്ന് വൈകുന്നേരം ഉമ്മയോടും എന്നോടും പറഞ്ഞു, ഞാൻ നാളെ രാവിലെ പോകും എന്ന് പറഞ്ഞു പോയ അവൻ പിറ്റേ ദിവസം ഭാര്യ വീട്ടിൽ നിന്നാണ് അവൻ ഗൾഫിലേക്ക് പോയതെന്നാണ് അറിഞ്ഞത്. കണ്ണിൽ നിന്ന് കണ്ണുനീരാ. ഒരാൾ തന്റെ ഭാര്യയെ അനുസരിക്കുകയും തന്റെ ഉമ്മയെ വെറുപ്പിക്കുകയും കൂട്ടുകാരന് ഗുണം ചെയ്യുകയും തന്റെ പിതാവിനോട് പിണങ്ങുകയും ചെയ്യുന്ന കാലമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി പറയൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യന്റെ ആളാവാ, ഉമ്മയെ ഒഴിവാക്കുക. കല്യാണം കഴിഞ്ഞ പിറ്റത്തെ ആഴ്ച തന്നെ വീട്ടിന് കുറ്റിയിടുന്നുണ്ട്. എന്റെ ഉമ്മയും ഭാര്യയും തമ്മിൽ ഒത്തുപോകൂല. അതുകൊണ്ട് ഉമ്മാന്റെ കൂടെ ജീവിക്ക പ്രയാസമാണ് എന്ന് ചെറുപ്പക്കാർ കരുതുന്ന കാലം അങ്ങനെ കടന്നു വന്നിട്ടുണ്ടോ? അതിന്റെ ഈ തീക്കാറ്റിന്റെ കാലമായി സമയമായി എന്നാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. വീടിന്റെ അകത്തളങ്ങളിൽ പൊട്ടിക്കരഞ്ഞു കഴിയുന്ന ഉമ്മമാരുടെ കണ്ണുനീരില്ലേ, ആകാശത്ത് നിന്ന് തീക്കാറ്റ് വരാൻ ഇടയാകുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. തീക്കാറ്റ് വരാൻ ഇടയാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയോട് നമ്മൾ പറയുന്ന വാക്ക് പോലും ശ്രദ്ധിച്ചു പറയണം. വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. ഖുർആന്റെ പ്രയോഗമാണ് എന്താ? വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. വാപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ റഹ്മത്തിന്റെ ചിറക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് മലയാള ഭാഷയിൽ വാക്കുകളില്ല വിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് വിശദീകരിക്കാൻ. വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. വല്ലാത്തൊരു പദമാണത്. ദുആ ചെയ്യാൻ പറഞ്ഞതെന്താ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ചെറുപ്പത്തിൽ വളർത്തിയ പോലെ അവർക്ക് നീ കരുണ ചെയ്യണേ. എന്താ കാരണം? അത്ര വലിയ കരുണയാ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഷഫീഖ് എന്ന് പറയുന്നൊരു കുട്ടി കേരളത്തിൽ ഒരു ചോദ്യചിഹ്നമല്ലേ? ഷഫീഖ് എന്ന് പറയുന്നൊരു കുട്ടി കേരളത്തിലില്ലേ? ചെറുപ്പക്കാരെ, ഷഫീഖ് എന്ന് പറയുന്നൊരു കുഞ്ഞുമോനില്ലേ കേരളത്തിൽ? എന്തേ? പത്രങ്ങൾ എഴുതിയ പോലെ പറയാ, അമ്മയും അച്ഛനും അടിച്ചു, കാലൊടിച്ചു. ആരുടെ? സ്വന്തം വാപ്പ മകന്റെ കാലടിച്ചൊടിച്ചു വീട്ടിനകത്ത്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു നമ്മുടെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്ന് ആ കരുണയങ്ങ് പിൻവലിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ആരും ഉണ്ടാവുമായിരുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്തൊരു കരുണ, എന്തൊരു സ്നേഹ. 8ാമത്തെ മാസത്തിലാ വിവാഹം കഴിച്ച ആളുകൾക്കൊക്കെ അറിയാം. കുട്ടികളുണ്ടായവർക്ക് ഭാര്യമാര് പറയും, വയറിനൊരു കുത്ത്. എന്താ? ഓൻ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടന്നിട്ട് 8ാമത്തെ മാസം ഉമ്മാന്റെ പൊക്കിൽ കൊടിക്ക് നേരെ ഒരു കിക്ക് കൊടുക്കുകയാണ് അവൻ. കിക്ക് കൊടുത്തപ്പോഴും ഉമ്മ വേദനയാവുണ്ട്. നല്ല പറഞ്ഞത്. അതാ നമ്മളെ മോനെ അനങ്ങുന്നൊക്കെ ഉണ്ടല്ലോ. 4 ദിവസത്തിന് യാതൊരു അനക്കവും ഉണ്ടായില്ല. ബേജാറായിട്ട് പറയും, പഠിച്ചോനെ അനങ്ങൊന്നൊന്നുമില്ല. ബേജാറാവും. ഇടക്കിടക്ക് കൈകൊണ്ട് പഞ്ചിങ് ഉമ്മയുടെ വയറ്റിനകത്ത്. ഉമ്മാക്ക് വേദനിക്കുന്നുണ്ട്, പക്ഷേ പരാതിയില്ല. ആ പിതാവിനെയും മാതാവിനെയും അവഗണിക്കുന്ന ഏതൊരു പ്രവർത്തനവും മേൽഭാഗത്ത് അല്ലാഹുവിന്റെ തീക്കട്ടകൾ ഭൂമിയിലേക്ക് പെയ്യാൻ കാരണമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ചില ആളുകൾ
ചില ആളുകൾക്ക് വീടിൻ്റെ ഫ്ലോറിൽ എന്താ ഇടേണ്ടതെന്ന് ഭാര്യയെ പറഞ്ഞു കൊടുക്കട്ടെ. ചില ആളുകൾക്ക് റൂമിൽ കട്ടിലേത് വേണമെന്ന് ഭാര്യയാണ് സെലക്ട് ചെയ്യുന്നത്. ഉമ്മാക്ക് യാതൊരു പരിഗണനയില്ല, ഉമ്മാക്ക് യാതൊരു പരിഗണനയുമില്ല. ആ ഉമ്മ വീടിന്റെ ഒരു മൂലയിലാണ്, ശ്രദ്ധിക്കാൻ ആളില്ല. ആ ഉമ്മയെ ഉമ്മ എന്നൊന്ന് വിളിക്കാൻ പോലുമുള്ള സന്മനസ് കാണിക്കുന്നില്ല. ഇത്ര വേദന ഉണ്ടാവും, ഇത്ര വേദന ഉണ്ടാവും. ഞാൻ പറയണോ നിങ്ങളോട്, ഉമ്മമാർ വീട്ടിൻ്റെ അകത്ത് വേദനിക്കുന്ന കാലമായാൽ എനിക്കറിയാം. ഒരു സുഹൃത്തെന്നോട് പറഞ്ഞത്, ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ പോയിട്ട് 5 കൊല്ലായി. ഞാൻ ചോദിച്ചെന്തേ? എന്നോട് ഭാര്യയും കുട്ടിനും ഇവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചു ഉമ്മയും വാപ്പയുണ്ടോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പണമാണോ വാപ്പ, പണത്തിനാണോ ഉമ്മ? ഒരാൾ തന്റെ ഭാര്യയെ വഴിപ്പെടുക, തന്റെ മാതാവിനെ വെറുപ്പിക്കുക, തന്റെ കൂട്ടുകാരന് ഗുണം ചെയ്യുക, തന്റെ പിതാവിനോട് പിണങ്ങുകയും ചെയ്യുക. കൂട്ടുകാരന് ഗൾഫിൽ പോകാനുള്ള 50,000 കൊടുത്തത് ഇവനാണ്. തന്റെ ചങ്ങാതിക്ക് തറയിടാൻ 1,00,000 കൊടുത്തത് ഇവനാണ്. എന്നാ വാപ്പ താടി മുടിയൊക്കെ നന്നാക്കാൻ ഒരു പൈസ ചോദിക്കുമ്പോൾ വാപ്പാക്ക് ചോദിക്കാൻ വലിയ മടിയാണ്. അതിലിന്തിരിയൊക്കെ നടക്കും. അവസാനം ഒന്ന് പറയടാ, ഒരു 100 ഉറുപ്പ്യ ഉണ്ടാ താടി ഒന്ന് ശരിയാക്കാനാണ്. അത് പറയുമ്പോൾ അവന് ദേഷ്യം പിടിക്കാൻ. എൻ്റെ ഇക്കയോട് ചോദിച്ചോളൂ, എന്നോട് തന്നെ എപ്പോഴും ചോദിക്കാൻ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കയറി വന്നല്ലോ. സ്വഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ പിതാവിനോട് വല്ലാതെ പണം ചോദിച്ചെന്നെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങൊന്ന് വിളിക്കണം എന്റെ ഉപ്പയെ. വിളിച്ചിട്ട് ഉപ്പയോട് എന്നോട് അധികം പണം ചോദിക്കരുതെന്ന് പറയണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഏതൊരാളുടെയും പരാതി പരിഹരിക്കുന്ന ഹബീബാണല്ലോ. റസൂലുള്ളാഹി സ്വഹാബികളോട് പറഞ്ഞു, അയാളുടെ പിതാവിനെ ഒന്ന് വിളിക്കണം. അയാളുടെ പിതാവ് വന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് വടി ഊന്നി പിടിച്ചുകൊണ്ടാ വന്നത്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, അങ്ങ് അന്വേഷിച്ച ആളാണ് ഞാൻ. ഇന്ന സ്വഹാബിയുടെ പിതാവാണ് നബിയെ ഞാൻ. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, റസൂലുള്ളാഹി അങ്ങ് എന്നെ വിളിച്ചിരുന്നോ നബിയെ? റസൂലുള്ളാഹി പറഞ്ഞു, അതെ വിളിച്ചിരുന്നു. എന്തിനാ ഹബീബേ, അങ്ങനെ വിളിച്ച കാര്യം പറയാമോ? റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളെ കുറിച്ചൊരു പരാതി ഉണ്ട് ഇവിടെ. എന്റെ കോർട്ടിൽ അങ്ങയെ കുറിച്ചൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഈ സ്വഹാബി ബേജാറായി, നബിയേ, ഞാനും ആരുമായി ശത്രുതയിലല്ലോ, എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത എനിക്കെതിരെ പരാതിയോ നബിയേ? കുടുംബക്കാരാണോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, അല്ല. അയൽവാസികളാണോ? അല്ല. ഹബീബായി നബിയേ, പിന്നെ ആരാ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ മകനാണ്. അത് കേട്ടപ്പോൾ ഇയാൾ വിതുമ്പി വിതുമ്പി കരയാൻ തുടങ്ങി. പുണ്യ നബിയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹി, എന്റെ മകനോ? അതെ. എന്താണ് എന്റെ മകന്റെ പരാതി നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അങ്ങയുടെ മകനോട് അമിതമായി പണം ചോദിച്ചു ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് അങ്ങയോടൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അമിതമായി പണം ചോദിക്കരുതെന്ന്. ഇത് റസൂലുള്ളാഹി അങ്ങ് പറഞ്ഞപ്പോ വടി ഊന്നി പിടിച്ചു നിൽക്കുന്ന ഈ സ്വഹാബി വിതുമ്പി വിതുമ്പി കരയാൻ തുടങ്ങി. കുലുങ്ങി കുലുങ്ങി കരയുന്നു ഇയാൾ. വരച്ചു പോകുന്നു ഇയാൾ. പുണ്യനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അവനങ്ങനെ പറഞ്ഞോ നബിയേ? അതെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് നല്ല ആരോഗ്യമുള്ള കാലമുണ്ടായിരുന്നു. അന്ന് ഇവന് ഒരാരോഗ്യമില്ലായിരുന്നു. ഇവന് പണിയെടുക്കാനും ജോലിയെടുക്കാനും കഴിയാത്ത പ്രായമാണ്. അന്ന് എനിക്ക് നല്ല ആരോഗ്യമാണ്. ഞാൻ നല്ലപോലെ സമ്പാദിക്കും നബിയേ. ആ സമ്പാദ്യം മുഴുവൻ ഞാൻ ഇവന്റെ ആഗ്രഹങ്ങൾ തീർക്കാൻ ഉപയോഗിച്ചു. അവൻ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. ഒരു ഫീൽസ് പോലും ഞാൻ ബാക്കി വച്ചില്ല. ഹബീബായ നബിയേ, ഞാൻ അന്ന് അധ്വാനിച്ചതിന്റെ 50% ഞാൻ മാറ്റി വച്ചിരുന്നെങ്കിൽ അവനോട് പണം ചോദിക്കേണ്ടിയില്ലായിരുന്നു. സ്വഹാബി കരയുന്നുണ്ട്, വിറക്കുന്നു ഇയാൾക്ക്. പുണ്യനബി ഇത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇപ്പോൾ എനിക്ക് ആരോഗ്യമില്ല. ഇവന് നല്ല ആരോഗ്യമുണ്ട് നബിയേ. അവന് നല്ല ആരോഗ്യമാണ്. അവൻ നല്ല പോലെ അധ്വാനിച്ച് പണമുണ്ടാക്കുന്നുണ്ട്. ഹബീബായ നബിയേ,
എപ്പോഴെങ്കിലും ഞാൻ വല്ല ആവശ്യത്തിനും വല്ലതും ചോദിച്ചാൽ അവൻ ദേഷ്യം പിടിക്കുന്നു നബിയേ എന്ന് പറഞ്ഞ് ഇയാൾ കരയാൻ തുടങ്ങിയപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ 2 കണ്ണും നിറഞ്ഞു. കവിളത്തുകൂടെ കണ്ണുനീരൊടുകാൻ തുടങ്ങി. ചുറ്റുഭാഗത്തും ഇരിക്കുന്ന സ്വഹാബികൾ കരഞ്ഞുപോയി. അള്ളാഹുവിന്റെ ഹബീബ് എന്നിട്ട് ഈ തന്റെ മുമ്പിലുള്ള സ്വഹാബികളെ നോക്കിയിട്ട് പറഞ്ഞു, സ്വഹാബാ വമാ മിൻ മദരിൻ വഹജരിൻ ഇല്ലാ ബകാ. ഈ സ്വഹാബിയുടെ കരച്ചിൽ കേട്ട വാക്ക് കേട്ട മുഴുവൻ കല്ലും മണ്ണും കരയുന്നുണ്ട് സ്വഹാബ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണം, വാപ്പമാരെ പരിഗണിക്കാത്ത മക്കളുണ്ടോ? വീട്ടിൻ്റെ അകത്തിരുന്നിട്ട് ആ വാപ്പമാർ എന്ന് വിളിക്കുന്ന നിശ്വാസമില്ലേ? അവരുടെ അകത്തളത്തിൽ നിന്ന് വരുന്ന നിശ്വാസമില്ലേ? അത് അല്ലാഹുവിന്റെ അർശിലേക്ക് എത്തിച്ചേരുമെന്ന് മാത്രമല്ല, ആ ജനതക്ക് നേരെ തീക്കാറ്റടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളവെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി വീണ്ടും എണ്ണുകയാണ്. ശ്രദ്ധിക്കണേ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വസാദൽ ഖബീലത ഫാസിഖുഹും. ഓരോ നാട്ടിലും ആ നാട്ടിലെ തമ്മാടികൾ, ആ നാട്ടിലെ ഫാസിഖുകൾ, ആ നാട്ടിന്റെ നേതാക്കളായാൽ അവിടെ പല വിഷയത്തിൽ ഇടപെടൽ പള്ളിയിലെ ഖാദിമാരല്ല, ഖാദിമാർ ഇടപെട്ടാൽ നടക്കൂല. നാട്ടിലെ നല്ല പ്രമാണിമാർ മുത്തഖീങ്ങളായ ആളുകൾ പറഞ്ഞാൽ ശരിക്കൂല. പാർട്ടിയാണ് ഫലാഖിന്റെ വിഷയത്തിൽ പോലും മസ്അല പറയുന്നത്. ചെറുശ്ശേരി ഉസ്താദല്ല, പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറിയുടെ സ്വഭാവം എന്താ? മഗ്‌രിബായ അവനടുത്ത് പോകാൻ പറ്റില്ല, മുറുകൂടിയായിരിക്കും. അവനാണ് ഈ ബന്ധം വേർപ്പെടുത്തട്ടെ. ഈ ബന്ധം മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സമുദായത്തിൽ തമ്മാടികൾ നേതാക്കളായി വരുന്ന കാലമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ അനുഭവത്തിൽ ഒരു സംഭവം, ഒരു സ്ഥലത്ത് വയലു പറയാൻ വേണ്ടി 5 ദിവസത്തെ വയല് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ആക്കാൻ വന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. 5 ദിവസമായിട്ട് കുടിച്ചിട്ടില്ല എന്ന് തോന്നണു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ആര്? എന്നോട് പറഞ്ഞു, നമ്മള് വയലു പറഞ്ഞ മഹലിലെ പ്രസിഡന്റ്. അപ്പൊ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. വല്ലാഹി ഹഖൻ, ദാൽ ഹുദായുടെ ക്യാമ്പസിൽ വെച്ചല്ലേ ഞാൻ പറയുന്നത്, പള്ളിയുടെ മുമ്പിൽ വെച്ചാ. ഞാൻ അത്ഭുതപ്പെട്ടു. അവരോട് ചോദിച്ചു, കുടിക്കണ പ്രസിഡന്റോ? അതെ. എന്നോട് പറഞ്ഞു, മഗ്‌രിബിന് ശേഷം ആരും ആ വീട്ടിലേക്ക് പോകാറില്ല. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, ഈ നാട്ടിൽ വേറെ ആരെയും പ്രസിഡന്റ് ആക്കാൻ കിട്ടിയില്ലേന്ന് വെച്ചു. വേറെ ആരെയും പ്രസിഡന്റ് ആക്കാൻ കിട്ടിയില്ലേന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, വേറെ ആളെ പ്രസിഡന്റ് ആക്കിയാൽ ഇയാളെ കുഴപ്പാക്കും. വേറെ ആര് പ്രസിഡന്റ് ആയാലും പിന്നെ ആ ഭരണകാലഘട്ടം നല്ല രീതിയിൽ പോകാൻ സമ്മതിക്കൂല, അയാൾ കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ ഞങ്ങൾ അയാളെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയതാണ്. അവസാന ദിവസം ഭക്ഷണം കഴിച്ചതാ വീട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങൾ ഈ വിവരം നേരത്തെ പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചു. തമ്മാടികൾ നേതാക്കളായി മാറുന്ന കാലഘട്ടമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഇനി കേട്ടോളൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കണേ. വഉക്രിമർ റജുലു മഖാഫത ശർരിഹി. ഒരാളിൽ നിന്ന് ഉണ്ടാകുന്ന ഉപദ്രവം ഭയന്നിട്ട് അയാൾ ആദരിക്കപ്പെടുന്ന കാലമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. തിരിയില്ല, ഒരാളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവം പേടിച്ചിട്ട് അയാൾ ആദരിക്കപ്പെടുക. ഉദാഹരണത്തിന് കമ്മിറ്റിയൊക്കെ കൂടി, ജനറൽ ബോഡിയൊക്കെ കൂടി കമ്മിറ്റിയൊക്കെ വന്ന് പിരിയാൻ പോകുമ്പോൾ ചോദിക്കാം, ആ ആളെ ഉൾപ്പെടുത്തിയ കമ്മിറ്റിയിൽ അയാൾ ജനറൽ ബോഡിക്ക് വന്നിട്ടില്ല, ഇല്ല അയാളെ ഉൾപ്പെടുത്തിയില്ല, എന്നാൽ വേറെ അയാളെ പേര് ഇരിക്കാളെ കുഴപ്പാക്കുക അയാൾ. അയാളിൽ നിന്ന് ഉണ്ടാകുന്ന ഉപദ്രവം ഭയപ്പെട്ടിട്ട് ഒരാൾ ആദരിക്കപ്പെടുന്ന കാലം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം. വശുരിബത്തിൽ ഖുമൂർ. എന്റെ സമുദായം മൂക്കറ്റം മദ്യപിക്കുന്ന കാലമായാൽ എന്താ പറഞ്ഞത്? വശുരിബത്തിൽ ഖുമൂർ. വശുരിബത്തിൽ ഖുമൂർ ഉണ്ടോ? ഞങ്ങളോട് ചോദിക്കാൻ, ഞാൻ വിശദീകരിക്കില്ല. നമ്മളെ സമുദായത്തിലെ ആൾക്കാർ കുടിക്കണ്ടോ? നിങ്ങൾ കുടിക്കണ്ടോന്നല്ല, നമ്മളെ സമുദായത്തിന്റെ ആൾക്കാർ കുടിക്കണ്ടോ? പണ്ടത്തേക്കാൾ ആരെ കുടിക്കണ്ടോ? ഉണ്ട്, ധാരാളമുണ്ട്. എന്റെ അനുഭവം, പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങുമ്പോ ഒരു ചെറുപ്പക്കാരനോട് വന്നിട്ട് പറഞ്ഞു, സാറേ അയാളെ വാസനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അയാളെ മണക്കുന്നുണ്ട്, കള്ള് വാസനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അയാളോട്, കള്ളൊന്നും ആവൂല, കള്ളുടിച്ചോ നിസ്കരിക്കാൻ വരുമെന്ന് വെച്ച് ഞാൻ. എന്നോട് പറഞ്ഞു, അല്ല കള്ള് വാസനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ആയിരിക്കൂല, അത് ഗൾഫിന്റെ
ഊത അത്തർ പുരട്ടിയതാവും. ഗൾഫിലെ ഊതത്തറിന് കള്ളിൻ്റെ ഒക്കെ മണണ്ടാണ്, അത്തറുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ്. ഞാൻ കുടിച്ചിട്ട് നിസ്കരിക്കാൻ വന്നതാണ്. എന്റെ സമുദായത്തിലെ ആളുകൾ മൂക്കറ്റം മദ്യപിക്കുന്ന കാലമായാൽ പിന്നെയോ വലുബിസൽ ഹരീർ, വിലപിടിപ്പുള്ള വസ്ത്രം എന്റെ സമുദായം ധരിക്കുന്ന കാലമായാൽ അതിനൊരു വ്യാഖ്യാനം അങ്ങനെയാണ് ആലിമീങ്ങൾ കൊടുത്തത്. പട്ട് ധരിക്കുക, വിലപിടിപ്പുള്ള വസ്ത്രം എന്റെ സമുദായം ധരിക്കുക. പണ്ട് 1000 ഉറുപ്പിയിട്ട് കടയിൽ പോയാൽ ചെരുപ്പ് വാങ്ങി, ബനിയൻ വാങ്ങി, കുപ്പായം വാങ്ങി, പാൻറ് വാങ്ങി, തലയിൽ കെട്ടാനുള്ള ടവല് വാങ്ങി, എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നാലും 255 ഉറുപ്പ്യ ബാക്കി ഉണ്ടാവും. ഇന്ന് ചെരുപ്പിന് തയ്യിൽ 1000 ഉറുപ്പ്യ, 4999 ഉറുപ്പ്യ ചെരുപ്പിൻ്റെ വില. 4999. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തേ ഇപ്പം അത് 5000 ആക്കി കൂടായിരുന്നോ? ഞാനൊരു കടക്കാരനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊരു ബിസിനസ് ട്രിക്കാണ് എന്ന് പറഞ്ഞെന്നോട്. എന്റെ സമുദായം വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുന്ന കാലമായാൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം, വർത്തഫഅത്തിൽ അസ്വാതു ഫിൽ മസാജിദ്, പള്ളികളിൽ അപശബ്ദം മുഴങ്ങുന്ന കാലമായാൽ. പണ്ട് നമ്മൾ ഇതിന് പറയല് ആളുകൾ പള്ളിയിൽ നിന്ന് അടികൂടുക, ഒന്നും പറയണ്ടെന്ന അപശബ്ദം തന്നെ. ഇമാമ് നിസ്കരിക്കുമ്പോഴും അപശബ്ദ. ഒരുത്തൻ്റെ മടിയിൽ നിന്ന് അപ്പൊ മറ്റോന്റെ മടിയിൽ നിന്ന് വേറൊരു കോലത്തിലാണ്. പള്ളികളിൽ അപശബ്ദം മുഴങ്ങുന്ന കാലമായാൽ ഉണ്ടോ ചിന്തിക്കണം. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വശുരിബത്തിൽ ഖുമൂർ വലുബിസൽ ഹരീർ വർതഫഅത്തിൽ അസ്വാതു ഫിൽ മസാജിദ് വത്തുഖിദത്തിൽ ഖൈനാതു വൽ മആസിഫ്. വത്തുഖിദത്തിൽ ഖൈനാതു, പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടികളുടെ കാലമായാൽ. എന്താ, മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പോലും സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് സിനിമാറ്റിക് ഡാൻസാണ്. എത്ര വയസ്സുള്ള കുട്ടികൾ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. മുസ്ലിം മാനേജ്മെന്റുകളാണ്. എന്താ കാരണം പറഞ്ഞേ? സ്കൂൾ വാർഷികം നടത്തിയിട്ടില്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളെ കിട്ടൂല. സ്കൂൾ വാർഷികം നടത്താൻ എന്നുള്ളത് ഗവൺമെന്റിന്റെ നിയമം പോലുമല്ല, നിയമമായി പോലും ഗവൺമെന്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ ഇന്നെല്ലാം ഇനം വേണം ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. സിനിമാറ്റിക് ഡാൻസിന് വേണ്ടി കുട്ടിയെ പറഞ്ഞേക്കുന്ന രക്ഷിതാവ് ചിന്തിക്കണേ, ഭൂമിയിലേക്ക് തീക്കാറ്റടിക്കാനുള്ള കാരണമായി ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് വത്തുഖിദത്തിൽ ഖൈനാതു വൽ മആസിഫ്. അടുത്തതെന്താ? വൽ മആസിഫു, വാദ്യമേളങ്ങൾ അധികരിക്കുന്ന കാലമായാൽ. വാദ്യമേളം, മ്യൂസിക് വർദ്ധിക്കുക. മ്യൂസിക് എന്നല്ലേ ഉള്ളൂ. ഏത് മുഖ്ലിസായ മനുഷ്യന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ അടിക്കുമ്പോൾ മുത്തഖിയായ തഹജ്ജുദ് ഒരു ദിവസം പോലും കളയാത്ത മുത്തഖിയായ ഒരു മനുഷ്യന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ റിംഗ് ചെയ്യുമ്പോൾ പോലും മ്യൂസിക്കിന്റെ ശബ്ദമാണ്. തുഖിദത്തിൽ ഖൈനാതു വൽ മആസിഫ് വലഅന ആഖിറു ഹദിഹിൽ ഉമ്മത്തി അവലഹാ. എന്റെ സമുദായത്തിൽ അവസാന കാലം വരുന്നവർ ആദ്യകാലക്കാരായ ആളുകളെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന കാലമായാൽ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ എന്താ പരിശോധിക്കേണ്ടത്? തീക്കാറ്റടിച്ച സ്ഥലത്ത് പോയി വൃക്ഷങ്ങളല്ല, തീക്കാറ്റടിച്ച സ്ഥലത്ത് പോയി ഉപ്പല്ല, കടലല്ല നിരീക്ഷിക്കേണ്ടത്, ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളെയാണ്. വലഅന ആഖിറു ഹദിഹിൽ ഉമ്മത്തി അവലഹാ. എന്റെ സമുദായത്തിൽ അവസാന കാലം വരുന്ന ആളുകൾ ആദ്യകാലക്കാരായ ആളുകളെ ആക്ഷേപിക്കുക. ആരെ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ. ഇമാം ഷാഫിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, അബൂ ഹനീഫക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, മാലിക് പഠിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ആരാ പറയുന്നത്? അലിഫിന്റെ മൂട് തിരിയാത്തവൻ മഹാന്മാരായ ആലിമീങ്ങളെ ആക്ഷേപിക്കുക. കണ്ണിയത്തുത്താത് മഹാനായ അള്ളാഹുവിന്റെ വലിയായ ആരിഫായ മഹാനെ കുറിച്ച് പറയുക. കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ബദർ മൗലിദോദി മുശ്രിക്കായി ചത്തുപോയ ആളാണെന്ന് ആരെക്കുറിച്ച്? നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊരു പക്ഷേ ആ പ്രസംഗം കേട്ടു നിന്ന് വന്നേക്കാം.
അല്ലാഹുവിന്റെ പ്രകൃതിക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല, ആകാശത്തിന് കേട്ട് നിൽക്കാൻ കഴിയില്ല, ഭൂമിക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല, കാറ്റിന് കേട്ട് നിൽക്കാൻ കഴിയില്ല. എന്തിനേറെ ഇവിടെ ഒന്നൊന്നില്ല. ഇവർ പറഞ്ഞില്ലേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലും പഴിച്ചുപോയ കൂട്ടത്തിലാണ്. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു ബാങ്കേ ഉണ്ടായിരുന്നുള്ളൂ, ഉസ്മാനാണ് 2 ബാങ്ക് എന്ന സിസ്റ്റം കൊണ്ടുവന്നത്. അതുകൊണ്ട് പുണ്യ നബിയുടെ വഴിയിൽ നിന്ന് പഴിച്ചുപോയ ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഏത് ഉസ്മാനെ കുറിച്ചാണ്? ലികുല്ലി നബിയിൻ റഫീഖുൻ ഫിൽ ജന്ന, ഓരോ പ്രവാചകനും സ്വർഗ്ഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. ഫിൽ ജന്നത്തി ഉസ്മാൻ, സ്വർഗ്ഗത്തിലെ എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ ആ ഉസ്മാനെ പോലും പഠിച്ചുപോയി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും അല്ലാഹു വഹി ഇറക്കി കൊടുത്ത ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഭരണം ഏറ്റെടുത്ത പാടെ തന്റെ അനുചരന്മാർക്കിടയിൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചില്ലേ, സ്വഹാബാ, റസൂലുള്ള പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഉമർ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴാണ് സദസ്സിൽ നിന്നൊരാൾ, ഒരാറാബി ചാടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ഉമറേ, അന്ന് നിന്റെ ഉടലിൽ നിന്ന് ഈ വാളുകൊണ്ട് തല ഞാൻ വേർപെടുത്തും ഉമറേ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമർ പോലും പഴിച്ചുപോയി. ആരാ പറയുന്നത്? ഇവരെ കുറിച്ച് തിരിഞ്ഞിട്ടില്ലാത്ത പിൽക്കാലത്തുള്ള ആളുകൾ എന്തേ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ കാലത്ത് തറാവീഹ് 8-20 ആക്കിയത് ഉമറാണ്, അതുകൊണ്ട് ഉമറിന് പഴിച്ചുപോയി എന്ന് നിർദാക്ഷിണ്യം ലജ്ജയില്ലാതെ വിളിച്ചു പറയുന്ന ഒരു തലമുറ വന്നാൽ ഫന്തദിറു ഇൻദ ദാലിക റീഹൻ ഹംറാ, ആ കാലത്ത് നിങ്ങൾ തീക്കാറ്റ് പ്രതീക്ഷിച്ചോളൂ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ കാലത്ത് നിങ്ങൾ തീക്കാറ്റ് പ്രതീക്ഷിച്ചോളൂ. വസൽസല, ഭൂകമ്പം, വഖസ്ഫൻ വമസ്ഖ, ആളുകളെ ഭൂമി പിടിച്ചു വിഴുങ്ങുന്ന രംഗമുണ്ടാകും. അതേപോലെ ഭൂമി ആളുകളെ പിടിച്ചു വിഴുങ്ങുന്ന രംഗമുണ്ടാകും. ആളുകൾ കോലം മറിക്കപ്പെടും. ഒറ്റ ഹദീസ് കൂടി പറഞ്ഞിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലി പിരിയാം. ഒരേ ഒരു ഹദീസ്, അത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. നിങ്ങൾ കേൾക്കേണ്ടതാ, ചെറുപ്പക്കാരെ കേൾക്കേണ്ടതാണ്. ഒരേ ഒരു ഹദീസ് മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോവാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സ്വഹാബികൾക്ക് ഇൽമു പഠിപ്പിച്ച തന്റെ ജീവിതം കഴിച്ചു കൂട്ടിയത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ സംശയമുണ്ടാകുമ്പോൾ സംശയ നിവാരണത്തിനായി ആയിഷ ബീവിയുടെ വീട്ടിൽ പോകാറുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഞാൻ ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കൂടെ ഒരാൾ കൂടി, എന്റെ കൂടെ വേറൊരാളും കൂടി. അയാൾ പറഞ്ഞു, ഞാനും പോരുണ്ട് ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക്. ഞങ്ങൾ 2 പേരും ചെന്നു. വീടിന്റെ വെളിയിൽ നിന്ന് ഞങ്ങൾ സംശയം ചോദിക്കും. ആയിഷ ഉമ്മ മറക്കപ്പുറത്തിരുന്ന് വീടിന്റെ അകത്തു നിന്ന് മറുപടി പറഞ്ഞു തരും. അങ്ങനെ എന്റെ കൂടെയുള്ള ഞങ്ങൾ 2 പേരും ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ എന്റെ കൂടെയുള്ള ആൾ ആയിഷ ഉമ്മയോടൊരു ചോദ്യം ചോദിച്ചു. അഖ്ബിരീനി അനിസ്സൽസല, ആയിഷ ഉമ്മ, റസൂലുള്ളാഹ് ഭൂകമ്പത്തെ കുറിച്ച് പറയുന്നത് നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ? അഖ്ബിരീനി അനിസ്സൽസല, ഭൂകമ്പം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് പുണ്യ നബി പറഞ്ഞത് വല്ല വിവരവും നിങ്ങൾ എടുത്തുണ്ടോ? ഒന്ന് പറഞ്ഞു തരാമോ? ഭൂകമ്പം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു തരാമോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് എന്റെ കൂടെയുള്ള ആൾ ചോദിച്ചുവെന്ന് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ച സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ശ്രദ്ധിക്കണേ, നമ്മൾ അവസാനിപ്പിക്കാം. വിഷയം തീർന്നില്ല. ഇൻഷാ അല്ലാഹ് ചില ഭാഗമൊക്കെ ഞായറാഴ്ച നമ്മൾ പറയും. ഞായറാഴ്ച നമ്മുടെ വിഷയം തന്നെ പലിശയാണ്. അല്ലാഹു ആ കെടുതിയിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു ആ കെടുതിയിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ. സമസ്ത ഓരോ മഹല്ലത്തിലും നടപ്പിൽ വരുത്തേണ്ട ചില പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലിശയിൽ നിന്ന് ഈ ഉമ്മത്തിലെ അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്താൻ നൂറുകണക്കിന് സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് മദ്രസകളും ഗവൺമെന്റിന്റെ ഒരു ഫീൽസ് പോലും ഇല്ലാതെ കെട്ടിപ്പടുത്ത ഈ സമുദായത്തിന് പലിശയെ മണ്ണിൽ കുഴിച്ചു മൂടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറയണം, ഞായറാഴ്ച നമ്മുടെ വിഷയം അതാണ്, നമ്മൾ പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഈ സ്വഹാബി ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദസ്തബാഹുസ്സിനാ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലാതെ ആയിഷ ബീവിന്റെ കയ്യിൽ വിവരം ഉണ്ടാവില്ലല്ലോ.
ഇദസ്തബാഹുസ്സിന, ആളുകൾ വ്യഭിചാരം ഹലാൽ പോലെയായി കാണുന്ന കാലമായാൽ, ഇസ്തബാഹുസ്സിന, ഹലാൽ പോലെയായി കാണുക വ്യഭിചാരം. ശ്രദ്ധിക്കണേ, എപ്പോഴാണ് ഭൂകമ്പം? ഭൂകമ്പം എപ്പോഴാ? ഇന്ത്യയുടെ ഭൂമിയും നേപ്പാളിന്റെ ഭൂമിയും തമ്മിൽ അടിച്ചതല്ല. ആ ഭൂകമ്പം ഉണ്ടായ ഉടനെ നിങ്ങൾ കണ്ട പത്രത്തിൽ എഴുതിയത് എന്താ? പത്രത്തിൽ എഴുതിയത് മധ്യ ഇന്ത്യയുടെ പല ഭാഗത്തും ഭൂകമ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം ഞങ്ങൾ വിള്ളൽ കാണുന്നു. എന്താ വിള്ളൽ എന്നാ? പ്രത്യേകമായ വിള്ളൽ. അപ്പോ ഏതു പ്രദേശത്താണോ ഭൂകമ്പം അള്ളാഹു നടപ്പിലാക്കുന്നത്, ആ പ്രദേശത്തെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് അള്ളാഹു വേർതിരിച്ചു നിർത്തും. എന്നിട്ട് ആ പ്രദേശത്തെ കുലിക്ക് മറിച്ച് അള്ളാഹു തലകീഴെ മറിച്ചിടും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുക, ഇദസ്തബാഹുസ്സിന, ആളുകൾ വ്യഭിചാരം ഹലാൽ പോലെയായി കാണുക. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താ? പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ണിന് വ്യഭിചാരമുണ്ട്, കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം. കാതിന് വ്യഭിചാരമുണ്ട്, കാതിന്റെ വ്യഭിചാരമാണ് ഇസ്തിമാഉ, കേൾക്കൽ. നാവിന്റെ വ്യഭിചാരമുണ്ട്, സിനാഹുൽ കലാം, നാവിന്റെ വ്യഭിചാരമാണ് സംസാരം. സംസാരിക്കൽ വ്യഭിചാരാണ്. പണ്ടത്തെ കാലത്ത് പെണ്ണ് കാണാൻ പോവാറുണ്ട്. പണ്ട് പെണ്ണ് കാണാൻ പോയാ പെണ്ണിനെ കാണാതെ തിരിച്ചു വരില്ല. പിന്നെ ഉമ്മനെ പെങ്ങന്മാരൊക്കെ പറഞ്ഞ ചോല പെണ്ണ് കാണല്, വെറുതെ പോയി പോരില്ല. തൊട്ടടുത്ത കാലം വന്നു. ആ കാലത്തെ സ്വഭാവം എന്താ? പെണ്ണ് കാണാൻ പോയാല് പെണ്ണിനെ ശരിക്ക് കാണൂല. വാതിലിന്റെ മറവിൽ ഈ സദസ്സിലുണ്ടാവും എത്രയോ ആളുകൾ പെണ്ണിനെ കാണാതെ കിട്ടിയുണ്ടാവും. ഈ സദസ്സിൽ പെണ്ണ് കാണാതെ. നമ്മൾ അന്നത്തെ കോമ പറയും തരാം, കുട്ടികൾ അതൊക്കെ അന്ധകാലത്ത് വിവരമില്ലാത്തതുകൊണ്ട് ചെയ്തതെന്നല്ല. വാപ്പ പറഞ്ഞതാ മോനോട്, മോനെ നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്, നീ അത് കെട്ടണം. ആയിക്കോട്ടെ വാപ്പേ, പെണ്ണ് കാണൽ സുന്നത്ത, വാപ്പയെ അനുസരിക്കൽ നിർബന്ധ. അതുകൊണ്ട് പെണ്ണിനെ കാണാതെ കല്യാണം കഴിച്ച ആൾ ഇവിടെ ഉണ്ടാവും. 8 കൊല്ലം മുമ്പ് എൻ്റെ കൂടെ ഹജ്ജിനുണ്ടായിരുന്ന വലിയൊരു പ്രായമുള്ള മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് ശരീരത്തിന് പ്രായമായെങ്കിലും മനസ്സിന് പ്രായമായിട്ടില്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ കാരണം എന്താ വെച്ചാൽ അയാൾ നല്ല തമാശ പറയും. വയസ്സനാ, ഭയങ്കര തമാശ. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇരുന്നിട്ട് പഴയ കാലത്തെ കഥ പറഞ്ഞു തരും. അന്ന് അയാൾ എന്നോട് പറഞ്ഞതാ, ഞാൻ എൻ്റെ പെണ്ണിനെ കെട്ടിയത്, ഭാര്യയെ കെട്ടിയത് കാണാതെയാണ്. 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ച എന്താ പറയുക, അന്ന് എന്തോ നിയമം ഉണ്ടാവും, 40 ദിവസത്തെ കഴിയണം. ഞാൻ അയാളോട് ചോദിച്ചു, എൻ്റെ 40 ദിവസം കഴിഞ്ഞത്, അതിൻ്റെ മുമ്പ് എന്താ കാണാൻ സമ്മതിച്ചില്ലെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, അതല്ല കണ്ട് കിട്ടണ്ട ഉസ്താദേ. പണ്ടൊരാൾ പറഞ്ഞു, എന്തേ ഹോസ്പിറ്റലിൽ എത്താൻ നേരം വൈകിയത്? 5 മിനിറ്റ് മുമ്പ് കൂടെ വാപ്പ, 5 മിനിറ്റ് മുമ്പാണ് വാപ്പനെ ഇവിടെ എത്തിക്കണമെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞ, ഡോക്ടറെ അതിന് അവിടെ നിന്ന് താഴത്തേക്ക് വീണ് കിട്ടണ്ടേ, എത്തിക്കിട്ടണ്ടേ എന്ന് ചോദിച്ച പോലെ ഇയാൾ പറയാം, ഉസ്താദെ കണ്ടു കിട്ടണ്ടേ. അപ്പൊ ഞാൻ ചോദിച്ചു, അറയിലേക്ക് വരാറില്ലേ? അറയിലേക്ക് വരാറില്ലേ? എന്നോട് പറഞ്ഞു, അറയിലേക്ക് വരും, പക്ഷെ കാണൂല, പുതപ്പിൽ മൂടി പുതച്ച് കടന്നുറങ്ങും. ലജ്ജ. നിങ്ങൾ ആലോചിക്കണം, ലജ്ജയാണ്. കാണാതെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. നമ്മൾ പറഞ്ഞു, ആ കാലം അന്തമില്ലാത്തവരുടെ കാലമായിരുന്നു അന്നത്തെ കുട്ടികൾ പറഞ്ഞത്. തൊട്ടടുത്ത കാലം വന്നു. അന്ന് പെണ്ണിനെ കാണാൻ പോയാൽ കാണൂല. ചിലപ്പോ വാതിലിന്റെ മറുവിൽ നിന്നൊരു നോട്ടം കണ്ണെങ്കിലായി. പേരെന്താന്ന് ചോദിച്ചാൽ മിണ്ടില്ല, തിരിച്ചു പോരില്ല. തൊട്ടടുത്ത കാലം വന്നു. പെണ്ണ് കാണാൻ പോയാൽ ആ പെണ്ണ് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഇങ്ങനെ വന്നിട്ട് നേരെ മേശപ്പുറത്ത് വെച്ചിട്ട് പോക്കാണ് പോകും. ചിലപ്പോൾ അംസാജിന്റെ കാലമൊക്കെ അതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയി. തൊട്ടടുത്ത കാലം വന്നു. ആ കാലത്ത് പെണ്ണ് കാണാൻ പോയാൽ പോയിട്ട് കുറെ കണ്ട് അന്ന് ശരിക്കും കാണും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, ഒന്നും ചോദിച്ചാൽ മിണ്ടൂല. തൊട്ടടുത്ത കാലം വന്നു. ഒരുപാട് തവണ നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എന്തേലൊക്കെ ഒന്ന് പറയും, സക്കീന എന്നൊക്കെ പറയും. തിരിഞ്ഞിട്ടില്ല, എന്താ പറഞ്ഞ സക്കീനാണോന്ന് പറഞ്ഞ എന്താ മനസ്സിലായിട്ടില്ല. ഉമ്മ ചോദിക്കും, എന്താ പേര് ചോദിച്ചു, എന്താ പേര്? ഞാൻ കേട്ടിട്ടില്ല അമ്മ, എന്തോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാ പറയാം. തൊട്ടടുത്ത കാലം വന്നു. ആ കാലം പോയി. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇദസ്തബാഹുസ്സിന, ഇദസ്തബാഹുസ്സിന. തൊട്ടടുത്ത കാലം വന്നു. ആ കാലത്ത് പിന്നെ പേരെന്താ, മദ്രസ ഒക്കെ ചോദിച്ചതിന് മാത്രം മറുപടി വരും, ഇങ്ങോട്ടൊന്നും ചോദിക്കൂല. ആ കാലം കഴിഞ്ഞു. അടുത്ത കാലം വന്നു. നമ്മളത് ചോദിച്ചതിന് മറുപടി പറയും, തിരിച്ചിങ്ങോട്ടും ചോദിക്കും. തൊട്ടടുത്ത കാലം വന്നു. പോലത്തെ സ്ഥിതി എന്താ? ഒരാളോട് കയറി ചെന്ന അവനോട് പറയും, ഇരിക്ക്. ആദ്യം ഓൾ ഇങ്ങോട്ട് ചോദിക്കാം, നീ SSLC തോറ്റതോ ജയിച്ചതോ, പേരെന്താ, ഡിഗ്രി പാസ്സായോ? ഓൾ ഇങ്ങോട്ട് ചോദിച്ചിട്ടാ പിന്നെ ഇവനാണ് തിരിച്ചു ചോദിക്കണത്. ആ കാലം വന്നു. എന്നിട്ടോ ഒരു കാലം വന്നു. പിന്നെ പെണ്ണ് കാണാൻ പോയ പഴയ കാലത്ത് മിഠായി കൊണ്ടുകൊടുക്കും. മിഠായി പെണ്ണിന്റെ കയ്യിലല്ല കൊടുക്കുക, മിഠായി കൊണ്ടുപോയിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടാണ് പോലെ, അല്ലെങ്കിൽ അവിടെയുള്ള ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കും. പിന്നുള്ള കാലം വന്നു. ആ കാലം മിഠായി കൊണ്ടുപോയി ഓളെ കയ്യിൽ കൊടുത്തു പോരും. അടുത്ത കാലം വന്നോ, മിഠായി ഒന്ന് പകുതി ഇവൻ കടിക്കും, പകുതി അവരുടെ വായിൽ വെച്ച് കൊടുക്കും. അടുത്ത കാലം വന്നോ. ആ കാലം പോയി. അടുത്ത കാലം വന്നപ്പോൾ മിഠായി ഒക്കെ പോയിട്ട് മൊബൈൽ കൊടുക്കലായി.
പഴയ കാലത്ത് മൊബൈൽ മാത്രം കൊടുത്തു പോരല, എന്തിന് കല്യാണം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ. കാലം മാറി. മൊബൈൽ കൊടുക്കുമ്പോ തന്നെ സിമ്മും ഇട്ട് കൊടുത്തു. പണ്ടൊരു ചങ്ങായി മൊബൈലും കൊടുത്തു, സിമ്മും കൊടുത്തു, 1000 റുപ്യക്ക് റീചാർജും ചെയ്ത് കൊടുത്തു. ഇവൻ എപ്പോൾ വിളിച്ചാലും മൊബൈലിന് കേൾക്കാതെ സബ്സ്ക്രൈബർ യു ആർ കോളിംഗ് ഈസ് ബിസി, നിങ്ങൾ വിളിക്കുന്ന ആൾ ബിസിയാണ്. അപ്പം എന്താ, ഇവൻ്റെ 1000 റുപ്യ ചെലവിൽ റീചാർജ് കൂപ്പണിൽ ഇവൾ ആദ്യത്തെ ലൈനിന് വിളിച്ചുകൊണ്ടിരിക്കുക. അടുത്ത കാലം വന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം, തൊട്ടടുത്ത കാലം വന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഫോണും സിമ്മും റീചാർജും നെറ്റ് കണക്ഷനും അതേപോലെ വാട്സപ്പും ഡൗൺലോഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ടോ കണ്ടുവന്ന സെക്കൻഡ് മുതലേ സംസാരം. ചെറുപ്പക്കാരെ എങ്ങനെ ഹലാലാവും? ഞാനിതിവിടെ നിന്ന് പറഞ്ഞാൽ വലിയ ആളുകൾ വരെ ചിന്തിക്കും, മൂപ്പരാ പറഞ്ഞത് ശരിയായില്ലല്ലോ എന്ന് പറയും. അതാണ് കാലം. കണ്ടുവന്ന അന്ന് മുതലേ സംസാരം. മാത്രമല്ല, ഇവൻ പോകുമ്പോൾ മൊബൈൽ കൊടുക്കാൻ മറന്നുപോയി. ആ മൊബൈൽ കൊണ്ടുപോയി കൊടുത്തത് വാപ്പയാണ്. എന്നിട്ട് പിന്നെ നിരന്തരമായി സംസാരം. 2 മാസം കഴിഞ്ഞിട്ടാ നിക്കാഹ്. ആ 2 മാസം കഴിഞ്ഞ് നിക്കാഹ് ചെയ്യുന്നവരെ നിരന്തരമായ സംസാരമാണ് മൊബൈലിലൂടെ. അത് വ്യഭിചാരമാ, സിനാഹുൽ കലാം, വ്യഭിചാരമാണ്. അതെങ്ങനെ ഉസ്താദേ? 2 മാസം കഴിഞ്ഞാൽ ഞാൻ തന്നെ നിക്കാഹ് ചെയ്യല്ലോ. ആര് പറഞ്ഞടോ നിനക്ക് 2 മാസം ആയുസുണ്ടെന്ന്? നിക്കാഹ് ചെയ്താലല്ലാതെ നിന്റെ പെണ്ണായി ഇസ്ലാം അനുവദിക്കില്ല. നിന്റെ പെണ്ണല്ലാത്ത മറ്റൊരു പെണ്ണിനോടാണോ നീ കിന്നാരം പറഞ്ഞത്? സിനാ, അത് വ്യഭിചാരമാണെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, ഏതൊരു വാപ്പയാണ് ഇന്നതൊരു തെറ്റായി കാണുന്നത്? ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഏത് ഉമ്മയാണ് തെറ്റായി കാണുന്നത്? ഉമ്മ എന്നെ ചോദിക്കാം, നീ ഇന്ന് വിളിച്ചോ? എന്താ അടുത്ത വിവരം? നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. ഉമ്മ വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്, തനിസിനയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തനി വ്യഭിചാര വ്യാപകമായി നടക്കുന്നില്ല? ഇത് ഉണ്ടോ? നിങ്ങൾ മുണ്ടുന്നില്ല. വ്യാപകമായി നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിർത്തിവെക്കേണ്ടതാണ്. വ്യഭിചാര മൊബൈൽ കൊടുക്കാൻ പാടില്ല. സംസാരിക്കണം എന്ന് പൂതിയുണ്ടോ? നീ കണ്ട സമയത്ത് തന്നെ നിക്കാഹ് ചെയ്തു കൊടുത്തേക്ക്. നിക്കാഹിനൊരു നിയമം ഓരി വെച്ചിട്ടില്ലല്ലോ. നമ്മൾ ഉണ്ടാക്കിയ നിയമ പുതിയാപ്പിള വരണം. നമ്മൾ ഉണ്ടാക്കിയ നിയമ 2ാമത്തെ മോളെ ഭർത്താവ് വരണ്ടേ. വന്നതിന് ശേഷം 2ാമത്തെ മകളുടെ ഭർത്താവിന് കാണണം നിക്കാഹ്. കാണണം എന്നാരാ നിയമം പറഞ്ഞ്? നമ്മൾ ഉണ്ടാക്കിയ നിയമ. ആകെ വിശുദ്ധദീൻ പറഞ്ഞത് അമ്മോഷൻ, പെണ്ണിന്റെ രക്ഷിതാവ്, പെണ്ണിന്റെ വലിയ, കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൻ, 2 സാക്ഷികൾ, മഹർ, ഇവരെ ചെയ്തു കൊടുക്കുന്ന വചനം. ഇതേ അല്ലാഹുവിന്റെ ദീൻ നിർബന്ധമാക്കിയുള്ളൂ. വേറുള്ളത് മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയതാ. അനർത്ഥങ്ങൾക്ക് വേണ്ടി ഹറാമിനെ വില കൊടുത്തു. ഇങ്ങനെ വ്യഭിചാരം വ്യാപകമായി എല്ലാ ആളുകളും, നല്ല മനുഷ്യന്മാരുടെ വീട്ടിൽ പോലും വ്യഭിചാരം നടക്കുന്ന കാലായാൽ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഭാര്യ പറയാൻ, വശരിബുൽ ഖംറ, എന്റെ സമുദായം മൂക്കറ്റം മദ്യപിക്കുകയും വലറബൂ ബിൽ മഗാനി, അവർ വാദ്യമേളങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ വഗറല്ലാഹു ഫി സമായി, അപ്പോൾ അല്ലാഹുവിന് ആകാശത്ത് ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിക്കുമ്പോൾ റബ്ബ് ഭൂമിയോട് പറയും, തസൽസലി, ഭൂമി ഒന്ന് കുലുങ്ങി കൊടുക്ക്. ആ സമയത്ത് ആ ഭൂകമ്പം ഉണ്ടാകുന്നത് എന്ന് സയ്യിദത്തുന ആയിഷ. നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു, ദുആ ചെയ്യുന്നു, പിരിയുന്നു. ഈ വിഷയം അവസാനിച്ചിട്ടില്ല. ഒരുപാട് ഹദീസുകളുണ്ട് ഈ വിഷയത്തിൽ പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിപത്തുകൾ വന്നു പെടുന്നതിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ കുടുംബത്തെ രക്ഷപ്പെടുത്തട്ടെ. മക്കളെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നാടിനെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ.